അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചന ഭാഗം ഇപ്പോൾ മൈക്കിൽ കൂടെ വായിച്ച് നമ്മെ കേൾപ്പിക്കും. നമുക്കൊരുമിച്ച് ആ വേദഭാഗത്തിനായി ഒന്ന് കാതോർക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-15. പുരുഷന്മാരെ, ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രി ഈ ഉച്ചഭാഷണിയിലൂടെ ഈ കുളനട പ്രദേശത്തോട് ഞങ്ങൾക്കും വിളംബരം ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥമായ മണ്ടത്തരങ്ങളൊക്കെ വിട്ടേച്ച് ഇന്ന് രാത്രി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാകുന്നു ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷ യോഗം എന്ന വാക്കിന് ഇതിലും കൃത്യമായൊരു മറുപടി വായിക്കാനില്ല. എന്താണ് സുവിശേഷം? മനുഷ്യൻ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് സുവിശേഷം. അത് പറയാനാണ് സുവിശേഷം. ഗതികേട് കൊണ്ട് ഇന്ന് സുവിശേഷ യോഗമെന്ന് നോട്ടീസിൽ പേരുണ്ട്, സുവിശേഷം പറയാൻ ആളില്ല. പെന്തിക്കോസുകാരെ കൈയടിപ്പിച്ച് പോകുന്ന ഇടപാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ക്ഷമിക്കണം, ഇന്ന് നമ്മൾ ഈ സത്യം അറിയാതെ കിടക്കുന്നവരോട് സംസാരിക്കാൻ പോവാം. ആമേൻ. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. പെന്തക്കോസ്തുകാരുടെ ഒരു പൊതുപ്രയോഗമാണ് ജീവനുള്ള. ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും ചിന്തിക്കും, യുവമാർ കൂടെ പറയാറുണ്ട് ജീവനുള്ള. എന്നാ ഈ ജീവനുള്ളത്? ഇപ്പം ജീവൻ ഇല്ലാത്ത ദൈവം ഉണ്ടോ? അതിനിപ്പം നമ്മൾ മറുപടി പറയണ്ട. വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ യേശുദാസൊക്കെ പാടിയും വിട്ട് കളഞ്ഞതാ, കണ്ണു തുറക്കാത്ത. നിങ്ങൾക്കറിയാം, ബാക്കി നിങ്ങൾ പാടി നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. പ്രധാനപ്പെട്ട രണ്ട് ചിന്ത ഈ കുഞ്ഞു വാക്യത്തിൻ്റെ അകത്തുണ്ട്. ഒന്ന്, മനുഷ്യന്മാർ വ്യർത്ഥമായ കാര്യങ്ങളെ വിടണം. രണ്ട്, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതാണ് ഇന്ന് രാത്രിയിലെ ചിന്താവിഷയം. ഇവിടെ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് ഷമീർ എന്നാണ്. സ്വദേശം കൊല്ലം ജില്ല ആയതുകൊണ്ടാണ് പേരിൻ്റെ അറ്റത്ത് കൊല്ലമെന്ന് വന്നത്. പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നേക്ക് 22 വർഷങ്ങൾക്കപ്പുറത്ത് ജീവനുള്ള ദൈവത്തെ കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, കേരളക്കരയിൽ രഹസ്യമായൊരു ചർച്ച നടക്കുകയാണ്. എന്താ ചർച്ച? ആളുകളെല്ലാം യേശുവിൻ്റെ പിന്നാലെയാണ്. പെട്ടിക്കടകളിലും മുറുക്കാൻ കടകളിലും ചായപ്പീടികളിലും പോയിട്ട് തൊഴിലുറപ്പിടങ്ങളിൽ പോലും പറഞ്ഞു തുടങ്ങി, അറിഞ്ഞോടി ഇപ്പം മറ്റേ സുമതി പെന്തിക്കോസിൽ പോയി, ആണോ? മറ്റേ രമണിയും പോയടി. എല്ലാവരും ഇങ്ങനെ പോയി, എല്ലാം യേശുവിൻ്റെ പിന്നാലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ഒരു കൺവെൻഷൻ്റെ നോട്ടീസ് എടുത്ത് നോക്കിയാൽ പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ എല്ലാം പാസ്റ്ററാണ്. മറുഭാഗത്തെടുത്ത് നോക്കിയാൽ പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ, റഫീഖ് വയനാട്, അങ്ങനെ കിടക്കുക. നിങ്ങൾ വിചാരിക്കുക ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അല്ല, ഒരെണ്ണം ഇരിപ്പുണ്ട്, പാസ്റ്റർ ആരിഫ്. ഞാനൊക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങി തിരിച്ച മനുഷ്യനാ. സ്തോത്രം. ഇത് ചുമ്മാ പറയുന്നല്ല, ഇങ്ങനെ ഇറങ്ങി. ഇനി അടുത്തൊരു വശത്ത് നോക്കുമ്പോൾ ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ മാർഷൽ ജെ മൊറൈസ് അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഇങ്ങനെ അച്ഛന്മാര് 70-80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസുകാർ അല്ലേ? നാട്ടുകാരങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞ്. പെന്തിക്കോസുകാർ പോത്തിനെ കുളിപ്പിക്കുന്ന, വെള്ളത്തിൽ മുക്കുന്ന, അങ്ങനെയൊക്കെ ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആളുകളെല്ലാം യേശുവിൻ്റെ പിന്നാലെയാണ്. കാര്യം, ഈ സമൂഹത്തെ താഴ്ത്തിക്കെട്ടുവാനുള്ള ഒത്തിരി കലാപരിപാടികൾ സമൂഹത്തിൻ്റെ അകത്തുണ്ടെങ്കിലും കൃപയാൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ അരുളപ്പാട് പോലെ ദൈവത്തിൻ്റെ സഭ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രതികൂലമൊക്കെ ദൈവസഭയ്ക്ക് വളമാ. സ്തോത്രം.
അപ്പോൾ ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ എന്തുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ പോകുന്നത് എന്ന ചോദ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 22 വർഷമായി ഇത് ഞാൻ കേൾക്കുന്നു. എൻ്റെ വാപ്പാടെ ഉമ്മയുടെ ആളുകൾ എങ്ങാനും എവിടെ വെച്ച് കണ്ടുപോയാൽ എന്നാലും നല്ലൊരു മതം വിട്ട് എന്തിനാടാ ക്രിസ്ത്യാനി ആയത് എന്ന് ചോദിക്കാൻ തുടങ്ങി കാലം ഒത്തിരിയായി. അത് പോട്ടെ, അത് സഹിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചോദ്യം വരും. ക്രിസ്ത്യാനി ആയത് പോട്ടെ, എന്തായാലും പോയതോ പോയി, ഇച്ചിരി മര്യാദയുള്ള പള്ളിയിൽ പോയിക്കൂടായിരുന്നു. അതിനാ മര്യാദയുള്ള പള്ളി പറ? ആകാശം മുട്ട ഗോപുരമുള്ള പള്ളി, മുറ്റത്ത് 10-20 കാറ് കിടക്കുന്ന പള്ളി, മാർബിളും ടൈൽസും ഗ്രാനൈറ്റും ഇട്ട പള്ളി, ആരാധന കഴിഞ്ഞ് പൂങ്കുല പോലെ ആയിരങ്ങൾ ഇറങ്ങി വരുന്ന പള്ളി, അവിടെ എങ്ങും പോകാതെ ഈ 20-30 പേരിരുന്ന് കൊട്ടിപ്പാടി കലുപുലു പുലു എന്ന് പറയുന്നിടത്ത് എന്തിനാ പോയത് എന്നാണ് ചോദ്യത്തിൻ്റെ മർമ്മം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചോദിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. പല ആളുകളും വിചാരിച്ചു വച്ചിരിക്കുന്നത് ഏതു വിധത്തിലും കുറെ ആള് വന്നു മറിയുന്നതാണ് ആത്മീയമെന്ന്. തെറ്റാ. ഏതു വിധത്തിലും ആള് കൂടുന്നതല്ല ആത്മീയം. അങ്ങനാണെങ്കിൽ ഇപ്പം പുറത്തോട്ടിറങ്ങിയ ബിവറേജിൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെ ആളുണ്ട്. പിന്നെയും ആള് കൂടുന്ന സ്ഥലം ഇവിടെ ഉണ്ട്, അതിലോട്ട് പോകുന്നില്ല. അപ്പം എങ്ങനെയും ആള് കൂടുന്നതല്ല. വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ മധ്യേ ഞാൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരിക്കുന്ന കർത്താവിന് എഴുന്നള്ളി വരണമെങ്കിൽ എത്ര പേര് വരണം അമ്മാമേ പറ? 2-3 പേര് ഈ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ആര് വരും? കർത്താവ് വരും. പക്ഷെ കർത്താവിനേക്കാളും വലിയ പാസ്റ്റർമാർ ഇവിടെ ഉണ്ട്, വരൂല. ഉണ്ട്. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ ഒരു പാസ്റ്റർ വിളിച്ചു. പുള്ളി വന്ന് കാറിൻ്റെ ഗ്ലാസ് തുറന്നു നോക്കിയപ്പോൾ 75 പേരെ ഉള്ളതെന്ന് പറഞ്ഞ് ഗ്ലാസ് തിരിച്ചിട്ടിട്ട് പുള്ളി പോയി. പിന്നെ അവർ മെനകെട്ട് പകരത്തിനൊരാളെ തപ്പി. അന്നേരം പുള്ളിയെ വിളിച്ച് പറഞ്ഞു, എൻ്റെ റേഞ്ച് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന്. കർത്താവിനേക്കാളും വലിയ റേഞ്ചാണ് പുള്ളി. കർത്താവിന് വരാൻ എത്ര പേര് മതി? അപ്പം അതുകൊണ്ട് ഏത് വിധത്തിലും ആള് കൂടുന്നത് ആത്മീയമാണെന്ന് ചിന്തിക്കരുത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വചനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇന്നാൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വന്നിട്ട്, നിങ്ങൾ ഞങ്ങളുടെ ബ്രദറിനെ വിമർശിക്കുന്ന കണ്ടു. അപ്പം നിങ്ങളുടെ ചർച്ച എത്ര ഉണ്ട്? അയ്യോ പാവപ്പെട്ട ഞങ്ങൾ IPC-കാർ 50-60 പേര് അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ബ്രദറിൻ്റെ അടുത്ത് വന്ന് നോക്കണം, ആരാധന കഴിയുമ്പോൾ ആയിരങ്ങളാണ് ഇറങ്ങി വരുന്നത്. എനിക്കിപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും? ലഗ്യോൻ 6000 ഉണ്ടല്ലോ, ശിഷ്യന്മാർ 11 ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ലഗ്യോൻ 6000 ഉണ്ട്. ഇടയ്ക്ക് പന്നിയിലോട്ട് കയറും. ശിഷ്യന്മാർ 11 ഉള്ളൂ. അതുകൊണ്ട് ദൈവദാസന്മാരോട് ഞാൻ പറയാം, ഉപദേശത്തിൽ കത്രിക വെച്ച് ആളെ കൂട്ടുന്നതിനേക്കാൾ നല്ലത്, ശ്രദ്ധിച്ചോ, 1000 പന്നിയം വലിച്ചുകൊണ്ട് നരകത്തിലോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് കർത്താവെ കൃപയാൽ 5 എണ്ണത്തെ നേടാൻ പറ്റുള്ളൂ. അത് 5 ആടാണെന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടെ തല ഉയർത്തി ദൈവസനയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് കൃപ. അതുകൊണ്ട് ഏതു വിധത്തിലും ആളെ കൂട്ടുന്ന പരിപാടി ഉണ്ടാകും. അതല്ല പെന്തക്കോസ്ത് അനുഭവം. ഞാനിത് 1-2 കാര്യം അടിസ്ഥാനമിട്ട് പറയുന്നതിൻ്റെ കാരണം, പൊതുസമൂഹം ഇന്ന് തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്, ഇന്ന് ഈ ഇതിപ്പോൾ പണ്ട് ചായക്കടയിലിരുന്ന് വിശേഷം പറഞ്ഞ കാലം പോയി. ഇപ്പം ഒരു വിരൽ തുമ്പി ഞെക്കിയാൽ സകലതും മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പൊതുജനം മനസ്സിലാക്കുന്ന ഈ കാണുന്നതെല്ലാം പെന്തിക്കോസാണെന്നല്ല. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഇനിയുള്ള കാലം ഇത് പറഞ്ഞേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. പെന്തക്കോസ്ത് അനുഭവം അതല്ല. അതുകൊണ്ട് ഏതു വിധത്തിലും ആള് കൂടുന്നതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്തുകൊണ്ട് പെന്തിക്കോസിൽ പോയി, എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി, ഇങ്ങനെല്ലാം ചോദിക്കാം. അന്നും ഇന്നും എന്നോട് ചോദിക്കുന്നവരോട് ആദ്യം പറയുന്ന ഒറ്റ മറുപടിയേ ഉള്ളൂ, എന്തിനാടാ നീ ക്രിസ്ത്യാനി ആയത് എന്ന് ചോദിച്ചാൽ. ഒത്തിരി തെറ്റിദ്ധാരണകൾ നാട്ടുകാർക്കുണ്ട്. നാട്ടുകാർ പെന്തക്കോസിൽ പോയ ദൈവ കുഞ്ഞുങ്ങളെക്കുറിച്ച് നാട്ടുകാർ ഇയാൾ പറഞ്ഞില്ലേലും ഞങ്ങൾക്കറിയാടോ എന്താ ആളുകൾ ഇങ്ങനെ പോകുന്നതെന്ന്. എന്നാ ഏട്ടാ എന്നാ പോകുന്ന കാര്യം? അപ്പം ചില ആളുകൾ പറയുക അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയാണ് പോകുന്നതെന്ന്. ഒരു കൂടാരം നിറയെ അമേരിക്കക്കാരുടെ ഇരിപ്പ് കണ്ടു. സ്വത്രം പറഞ്ഞേ. പിന്നെ നല്ലതല്ലേ, കിടക്കാൻ ഒരു വായില്ലെങ്കിലും കേൾക്കാൻ ഒരു സുഖമില്ലേ? വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, കിടക്കാനൊരു കിടക്കാടമില്ലാത്തത് ഇരിപ്പുണ്ട്. ന്യായമായി ലഭിക്കേണ്ടുന്ന ആനുകൂല്യം തിരക്കി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ കമ്മലും മാല ഇട്ടുകൊണ്ട് വന്ന ആനുകൂല്യം തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കിട്ടുന്നത് വേണ്ട സാറേ എന്ന് പറഞ്ഞ് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ വെറുതെ കളിയാക്കരുത്. അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി ഒന്നും ഇറങ്ങിയതല്ല. പിന്നെ ചിലർ പറയുന്ന ആക്ഷേപം,
ഇത് മതം മാറ്റമാണെന്ന്. ഇന്നാൾ ഒരു ചേച്ചി പറഞ്ഞു, പെന്തിക്കോസ് ഉപദേശിമാർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്ന്. എന്നാൽ പിന്നെ ഈ ചേച്ചിക്ക് ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചു കൊണ്ടുപോകരുതോ? വളരെ സിമ്പിളല്ലേ? വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? കഞ്ഞിക്കും പയറിനും ഒരുത്തൻ ഇങ്ങോട്ട് വന്നെങ്കിൽ മുഴുത്ത കോഴിക്കാൽ കണ്ടാൽ അവൻ അങ്ങോട്ട് വരുമല്ലോ, നിങ്ങൾ കൊണ്ടുപോകും. ഞാൻ ഈ പരിസരത്ത് ആ ചേച്ചിയുടെ ഫാൻസ് വല്ലതും ഉണ്ടെങ്കിൽ വെല്ലുവിളിച്ച് പറയാം, ഈ പന്തലിൻ്റെ അകത്തുനിന്നും ഒരു 50 എണ്ണത്തെ കൊണ്ടുപോകാൻ നോക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും. അതിൻ്റെ പേര് ഞങ്ങൾ വാർഷന്മാരാരും നാളെ ഇവിടെ ഹർത്താൽ വയ്ക്കത്തില്ല, മുണ്ടും മടക്കി തെറി വിളിക്കത്തില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഒരു ദോഷമില്ല. ഇതിൻ്റെ അകത്തുനിന്ന് മുഴുത്ത കോഴിക്കാൽ കാണിച്ച് കൊണ്ടുപോകാൻ നോക്കുമെങ്കിൽ കൊണ്ടുപോകണം. എന്താ പക്ഷേ കോഴിക്കാലിന് വേണ്ടി വന്നവരുണ്ടെങ്കിൽ അവർ പോണ്ടേ? എത്ര എണ്ണം പോയി, ഇനിയും ചിലത് പോകാൻ കിടപ്പുണ്ട്. അങ്ങനെയുള്ളൊരു പോട്ടെ. പക്ഷെ ഒരു കാര്യം കുളനടയോട് പറയാം, അത് കഴിഞ്ഞൊരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തിവെച്ചിട്ട് യേശുക്രിസ്തുവിനെ തള്ളി പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തലയെ അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് എന്തിന് നീ ക്രിസ്ത്യാനിയായി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുള്ളത് കൊണ്ട്. ആമേൻ. ഞങ്ങളോടൊക്കെ ചോദിക്കുക, എന്തിനാ ഈ ബൈബിൾ ചുമക്കുന്നത്, ഖുറാനേക്കാളൊക്കെ എന്ത് പ്രത്യേകതയാണോ ഇതിൻ്റെ അകത്തുള്ളതെന്നൊക്കെ ഞങ്ങളോട് കാലങ്ങളായി പലരും ചോദിക്കുന്നു. ആമേൻ. എനിക്ക് ഒന്നാമത്തെ പ്രത്യേകത ഈ പുസ്തകത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞ് വിഷയത്തിലോട്ട് കയറാം. ഒന്നാമത്തെ പ്രത്യേകത ഈ പുസ്തകത്തിൽ കണ്ടത്, ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടും ഈ പുസ്തകത്തിൻ്റെ ഒരു താളിൽ, ഒരു പേപ്പറിൽ, ഒരു അറ്റത്ത് പോലും ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ചെറുപ്രായത്തിൽ ഞങ്ങളൊക്കെ തൊപ്പിയിട്ട് മദ്രസയിൽ പോയത് അക്ഷരാർത്ഥത്തിൽ മതം പഠിക്കാൻ തന്നെയാണ്. മതത്തിനു വേണ്ടി എന്തും ഏതുമായി തീരാൻ. 10 മാസം ചുമന്ന് പ്രസവിച്ച പെറ്റതള്ളയും ജനിപ്പിച്ച അപ്പനും പോലും മതം കഴിഞ്ഞ് സെക്കൻഡേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച സ്ഥാനത്ത് നിന്ന് ഈ പുസ്തകം കരങ്ങളിൽ എടുത്തപ്പോൾ അഭിമാനം തോന്നാൻ കാരണം ഈ പുസ്തകത്തിന്റെ ഒരു പേപ്പറിൽ, ഒരു അറ്റത്ത് പോലും ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ആമേൻ. അതുകൊണ്ട് ആ ദൈവ കുഞ്ഞുങ്ങൾ ഈ പുസ്തകത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ചില ആളുകൾ നമ്മളോട് പറയാറില്ലേ, ഈ പെന്തിക്കോസുകാർ എന്തോ പറഞ്ഞാലും എന്തെടുത്തോണ്ട് വരും, ബൈബിളിലുണ്ടോ, ബൈബിളിലുണ്ടോ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പുരോഹിതൻ, പള്ളിയിലെ പുരോഹിതൻ, പുള്ളിക്ക് പെന്തിക്കോസുകാരോട് ഇച്ചിരി പിണക്കോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് പറഞ്ഞേച്ച് വിഷയത്തിലോട്ട് കയറുക. അദ്ദേഹം പറഞ്ഞു, ഈ പെന്തക്കോസുകാർ എന്തോ പറഞ്ഞാലും എന്തെടുത്തോണ്ട് വരും, ബൈബിൾ എടുത്തോണ്ട്. ബൈബിളിലുണ്ടോ, ബൈബിൾ. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ ഭാഷ, സത്യത്തിൽ ഇവന്മാർക്ക് ഈ പുസ്തകം കൊടുത്തത് തന്നെ ഞങ്ങളാന്ന് അദ്ദേഹം പറഞ്ഞതാ. ഞാൻ എതിർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഞങ്ങളാ കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ പിന്നിലെ കഥ അദ്ദേഹം പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോണം. അദ്ദേഹം പറഞ്ഞു, അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ആദിമ നൂറ്റാണ്ടിൽ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ജനം അനുസരിച്ചും ജീവിച്ചും പൊക്കൊണ്ടിരുന്ന ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ അതിനിടയിലേക്ക് മനുഷ്യൻ്റെ കള്ളയെഴുത്തുകളും ദുരുപദേശങ്ങളും മാനുഷിക പഠിപ്പിക്കലുകളും കൂടെ ഒക്കെ കടന്നു വന്നു ആദ്യകാലങ്ങളിൽ. അപ്പം ജനത്തിന് ആശയക്കുഴപ്പമുണ്ടായി. ദൈവത്തിൻ്റെ അരുളപ്പാട് ഏതാ, കള്ളയെഴുത്ത് ഏതാ, മാനുഷിക കൽപ്പന ഏതാ, ദുരുപദേശം ഏതാ എന്നൊക്കെ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. അദ്ദേഹം പറഞ്ഞതാണ്, ആശയക്കുഴപ്പമുണ്ടായി. ആ കാലത്ത് ഞങ്ങളുടെ സഭാപിതാക്കന്മാർ സുനഹദോസ് വിളിച്ചു. അറിയുന്ന ആളുകൾ പറഞ്ഞ് അംഗീകരിക്കണ്ടേ, ഉള്ളതായി പറയുന്നത്. അപ്പം അവർ സുനഹദോസ് വിളിച്ചു കൂട്ടി ദൈവത്തിൻ്റെ അരുളപ്പാട് ഏതാണെന്നും മാനുഷികം ഏതാണെന്നും ദുരുപദേശം ഏതാണെന്നും കള്ളയെഴുത്തുകോലുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുവാൻ അവർ കൂടി ദൈവാത്മാവിൽ പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ച് തള്ളണ്ടതെല്ലാം തള്ളി. കേട്ടോണം, തള്ളണ്ടതെല്ലാം അവരെന്ത് ചെയ്തു? തള്ളി. ദുരുപദേശം തള്ളി, കള്ളയെഴുത്തുകൾ തള്ളി, മാനുഷിക നിയമങ്ങൾ തള്ളി, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ മാത്രം കൈക്കൊണ്ടു. ഒന്നുകൂടെ പറയാം, തള്ളണ്ടതെല്ലാം തള്ളി, കൊള്ളണ്ടതെല്ലാം കൊണ്ടു. അങ്ങനെ കൊള്ളേണ്ടത് മാത്രം എടുത്ത് പ്രാർത്ഥിച്ച് ഇന്ന് കാണുന്ന ഈ പുസ്തക രൂപത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരാണ് ഇത് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നത്, സമ്മതിച്ചു. അങ്ങനെയാണ് അതിനോട് ചേർത്ത് ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ ആ വിഷയം വിടാം.
ചുരുക്കി പറഞ്ഞാൽ അച്ഛൻ്റെ ഭാഷയിൽ ഒരു കാര്യം ഉറപ്പിച്ചു, ഇന്ന് ഈ പുസ്തകത്തിൽ തള്ളേണ്ടതൊന്നുമില്ല. നിങ്ങളുടെ സ്വോത്രം പോരാ. ഇന്ന് ഈ പുസ്തകത്തിൽ തള്ളേണ്ടതൊന്നുമില്ല, പിന്നെ എന്തേ ഉള്ളൂ? കൊള്ളേണ്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതനുസരിക്കാൻ. ഇതിനകത്തുള്ളതേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ സഭാപിതാക്കന്മാർ പോലും തള്ളിക്കളഞ്ഞത് ചെയ്യാൻ ഞങ്ങൾ പറയുകയില്ല. ഈ പുസ്തകത്തിലുള്ളത് ചെയ്താൽ മതി. അതുകൊണ്ട് ഇന്ന് രാത്രി സംസാരിക്കുന്ന വചനം ഈ പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് ആ സന്ദേശമാണ് വിളിച്ചു പറഞ്ഞത്. ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. മനുഷ്യൻ വ്യർത്ഥകാര്യങ്ങളെ വിട്ടിട്ട് ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. എന്താണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലമെന്ന് ധ്യാനിച്ച് ആ പോയിന്റിലേക്ക് എത്തി വാക്കുകൾ അവസാനിപ്പിക്കാം. 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ശാന്തമായി ധ്യാനിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പഠിക്കാം. ഒന്ന് വായിച്ചാട്ടെ സഹോദരി. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം സംസാരിച്ചു. നിൽക്കട്ടെ. ഈ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ബൈബിളിനെ കുറിച്ച് ജ്ഞാനമുള്ളവരായിരിക്കത്തില്ല. അതുകൊണ്ട് ഈ വായിച്ച ഭാഗം ഒന്ന് ലളിതമായി പറഞ്ഞു കൊടുത്ത് അങ്ങ് പോകാം. ശ്രദ്ധിച്ചേ. ഇക്കോന്യ എന്ന പട്ടണം, ചെങ്ങന്നൂരെന്നോ പന്തളമെന്നോ തിരുവല്ലെന്നൊക്കെ പറയുന്ന പോലെ ഇക്കോന്യ എന്ന് പറഞ്ഞൊരു പട്ടണത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ഒന്നിച്ചുകൂടി ഞങ്ങളൊക്കെ പണ്ടേ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാടോ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളെ പോലെ ചില ആളുകൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പാലോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കത്തോലിക്ക സഹോദരനോട് സുവിശേഷം പറയാൻ ചെന്നപ്പോൾ പുള്ളി എന്നോട് പറയാ, എടാ പൊന്നു മോനെ, എനിക്ക് വയസ്സ് 55 ഉണ്ടെന്ന്. മനസ്സിലായില്ല. 55 വർഷമായിട്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന എൻ്റെ അടുത്താണോ മോഹൻ യേശുവിനെ കുറിച്ച്? അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞ ആട്ടെ അച്ഛാ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. പോകാൻ നേരം ചോദിച്ചു, അച്ഛാ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്നാ മോനെ? ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. യേശുവിൻ്റെ എത്ര വർഷമായി ക്രിസ്ത്യാനി? 55. യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പം പുള്ളിയോടെ പറയാം, യേശുവിൻ്റെ പേര് യേശു, ഇപ്പോൾ വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. അപ്പം ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാലും ഞങ്ങൾ പണ്ട് ക്രിസ്ത്യാനിയാന്നാ പറച്ചിൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് അവകാശപ്പെടുന്ന യഹൂദന്റെ പള്ളിക്കകത്ത് കയറി നിന്ന് ആമേ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ പ്രസംഗിച്ചു, മഷികയല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ആമേൻ. ഒരു കൂട്ടം യഹൂദന്മാർ അത് വിശ്വസിച്ചു. അതാ സഹോദരി വായിച്ചത്. ഇപ്പൊ പിടി കിട്ടിയോ? ഇനി അടുത്തത് ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പോ എല്ലാ സ്ഥലത്തും ഈ 2 കൂട്ടരുണ്ട്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ട്, മറ്റൊന്ന് ഇതൊക്കെ ചുമ്മാ പറയുന്ന യവന്മാർക്ക് വേറെ ജോലിയൊന്നും എന്ന് പറയുന്ന ഒരു കൂട്ടർ എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ വിശ്വസിക്കാത്തവർ എന്ത് ചെയ്തു? അമ്മാതിരി പരിപാടി അന്നും ഉണ്ട് ഇന്നും. ഇവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നേരിട്ട് വന്ന് ചോദിക്കാൻ ഒരു വൈക്ലബ്യം നാളെയും കാണേണ്ടവരല്ലേ. അപ്പൊ എന്ത് ചെയ്യും? മറ്റുള്ള ഇച്ചിരി 2 അടിച്ചു പാമ്പായി നിൽക്കുന്നവരെ പോയി ഇളക്കും. ലോമാർ പറയുന്നത് കേട്ടോ, മൂപ്പിക്കുന്ന പരിപാടി നമ്മുടെ ഇടയിലുമുണ്ട്. നേരെ പറയത്തില്ല, വളഞ്ഞു മൂപ്പിക്കും. സമ്മതിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? 2 കൂട്ടര്, 2 പക്ഷക്കാര്. ഒരു കൂട്ടം വിശ്വസിച്ചവര്, വിശ്വസിക്കാത്തവര് ഇളക്കി വഷളാക്കി. എന്നിട്ട് അടുത്ത വാക്ക് എന്നിട്ട് എന്നാ കേട്ടോ, പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്ന് ബോധ്യമുള്ള അഭിഷിക്തന്മാർ ഈ മൂപ്പിക്കലൊന്നും കണ്ട് ഇട്ടച്ചോടിയില്ല. അവരെ അവിടെ തന്നെ വളരെ കാലം പാർത്ത് പ്രാഗൽഭ്യത്തോടെ കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു മൂപ്പിക്കൽ കൊണ്ടും ഇട്ടച്ചോടത്തില്ല. അങ്ങനെ വല്ല മോഹമുള്ളവരൊക്കെ മോഹം മനസ്സേ വെച്ചാൽ മതി. പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്ന് ബോധ്യമുള്ളവൻ ശുശ്രൂഷയിൽ നിൽക്കും, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കും. അവരവിടെ തന്നെ പാർത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അടുത്ത വാക്ക്, ദൈവം വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വരം നൽകി ദൈവം അവരുടെ കൂടെ ഇരുന്നു. പ്രാഗൽഭ്യത്തോടെ കർത്താവിൽ ആശ്രയിച്ച് പ്രസംഗിക്കുന്നവന്റെ കൂടെ ദൈവമുണ്ട്. ദൈവം അവരുടെ കൂടെ ഇരുന്നു.
അടയാളങ്ങൾ ഉണ്ടാകാൻ വരം നൽകി. അടുത്തത്, എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്റെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ രണ്ട് പക്ഷമായി തിരിഞ്ഞു. രണ്ടു പക്ഷമുണ്ട്, ഇന്നുമുണ്ട്. ഇപ്പം എന്നെയൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമ്പം 10 പേര് കമ്മിറ്റി കൂടും. ആരെ വിളിക്കണം? നമുക്ക് ഒരാളെ ഷമീർ കൊല്ലത്തെ വിളിക്കാം. 8 പേര് പറയും പുള്ളിയെ വിളിച്ചേക്കരുത്, ആദ്യം നമുക്കിട്ട് കുത്തും, വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞ് 8 എന്ത് ചെയ്യും? എതിരാവും. അപ്പം മറ്റേ 2 പറയും പുള്ളി കറ തീർത്ത് സുവിശേഷം പറയുമെന്ന്, എന്തായാലും വിളിക്കട്ടെന്ന്. എന്നാൽ നിങ്ങൾ അനുഭവിച്ച് പഠിച്ചോ, വിളിച്ചോ. അങ്ങനെ നിവൃത്തിയില്ലാതെ 2 പേരുടെ നിർബന്ധം കൊണ്ട് 8 സമ്മതിച്ചു. എന്നാൽ പിന്നെ വിളിച്ചോട്ടെന്ന് വിളിച്ചു. ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല. നമ്മൾ ഈ യോഗ സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്ന ഈ 8 എന്നിട്ട് എന്ത് പറയുന്നറിയോ? പാസ്റ്ററെ ഇവിടെ ഇറക്കാൻ ഞങ്ങളാ, പിന്നെ നീ ആരാ മോനെന്ന് എനിക്കറിയത്തില്ല. വേണ്ട, ആ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇതൊക്കെ നമുക്കറിയാം. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ രണ്ട് പക്ഷത്ത്. എല്ലാ കാലത്തും കൊണ്ട് 2 പക്ഷം, 2 പക്ഷത്തായി. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചേ, ശ്രദ്ധിച്ചു കേട്ടോ ദൈവദാസന്മാരെ. കർത്താവിന്റെ വേല ചെയ്യുന്നവർ മനസ്സിലാക്കാനായി ദൂത് പറയുന്നത്. അവരെ അപമാനിക്കാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളും ചേർന്ന് അക്രമം ഭാവിച്ചു. ഇന്ന് രാത്രി ദൈവദാസന്മാര് കേട്ടോ ഒരു ദൂതേ, ഈ അവർക്കെതിരെ ആരാ ഈ അവര്? വേഗം പറ. കർത്താവായ യേശുക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാരായ അപ്പോസ്തലന്മാര് കറതീർന്ന സത്യസുവിശേഷം ലജ്ജയില്ലാതെ ധൈര്യത്തോടെ വിളിച്ചു പറയുന്ന ഈ ദൈവദാസന്മാർക്ക് അന്ന് കിട്ടിയ ട്രോഫിയാണ് അപമാനം, കല്ലേറ്, അക്രമം. ഇന്നും ആ ട്രോഫിയാ. എന്തേ? സത്യവചനം യഥാർത്ഥമായി പ്രാണഭയമില്ലാതെ വിളിച്ചു പറയുന്ന ഏതൊരു ദൈവദാസന്മാർക്കും ഇന്നും കിട്ടുന്ന ട്രോഫി ഒന്നേ ഉള്ളൂ: അപമാനം, കല്ലേറ്, അക്രമം. ഈ പുസ്തകം എടുത്ത് കച്ചവടം നടത്തി ഉടായിപ്പ് കാണിക്കുന്നവൻ ഇതുണ്ടോ? ഉണ്ടോ? ഇല്ല. ചേച്ചിയുടെ കഷണ്ടിയിൽ മുടി കിളിർക്കുകയാണ്. ഇപ്പോൾ തന്നെ ചേച്ചിയുടെ പല്ലിന്റെ പോട് യേശു അടക്കിയാണ്. താരു വിശ്വസിച്ചാൽ അടുത്ത ആഴ്ച നീ ഹെലികോപ്റ്ററിൽ ആരാധനയ്ക്ക് വരും. തങ്കു, വല്ല കുഴപ്പമുണ്ടോ? ഇവർക്ക് അപമാനം ഉണ്ടോ ചാ? അക്രമം ഉണ്ടോ ചാ? കല്ലേറുണ്ടോ? ഇല്ല. അവൻ ഒരു തുണ്ട് പേപ്പർ കഷ്ണമായി തെരുവോരങ്ങളിൽ നടന്ന് സുവിശേഷം പറഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും ഒരു ആത്മാവിനെ കർത്താവിലേക്ക് നേടിയെടുക്കണമെന്ന് ആശിച്ച് കഷ്ടപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ് എല്ലാ കാലങ്ങളിലും നിന്ദയും പരിഹാസവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം നടത്തുന്നത്. അതിന് ഞങ്ങൾക്ക് പരാതിയും പരിഭവവും ഇല്ല. കാരണം വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്നാ. ഉണ്ടാകുമായിരിക്കുമെന്നല്ല, ഉണ്ടാകും. ആർക്കാ ഉണ്ടാകുന്നേ? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ട്? അപ്പൊ ഈ ഉപദ്രവം മാറാൻ എന്ത് ചെയ്യണം? പറ, നിങ്ങൾ പറ. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് നാളെ എന്നെ ക്രൂശിക്കണ്ട. പറ, ഭക്തിയില്ലാതെ ജീവിച്ചാൽ മതി, ഇത് മാറിക്കോളും. ഈ പന്തലിനകത്തിരിക്കുന്ന ഒരു ഒറ്റ ചോദ്യം: എൻ്റെ ആയുസ് 1 മണിക്കൂർ ഇനി ദൈവം എനിക്ക് നീട്ടിത്തന്നാൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം. അങ്ങനെ മനസ്സുള്ളവർ കരമുയർത്തിയ ഒരു സ്വോത്രം പറഞ്ഞ് കാണട്ടെ. ഈ കൈ പൊക്കിയവർക്കെല്ലാം എന്തുണ്ട്? അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെതായിട്ടൊന്നും പറഞ്ഞെന്ന് പറഞ്ഞ് നാളെ ആരും വിളറി പിടിക്കണ്ട. പുസ്തകത്തിലെ കാര്യമാണ് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് അവർക്ക് കിട്ടിയ ട്രോഫി അപമാനം, കല്ലേറ്, അക്രമം ഭാവിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവദാസന്മാർ അത് ഗ്രഹിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. അവരത് മനസ്സിലാക്കി. എന്നിട്ട് അവർ ചിന്തിച്ചു, അക്രമത്തിന്റെ മാർഗം നമുക്ക് ഇല്ല. അഭിമാനത്തോടെ ദൈവമക്കൾക്ക് പറയാം, പെന്തക്കോസ്ത് പ്രാർത്ഥിക്കുന്ന പെന്തക്കോസ്ത് സമൂഹം അക്രമകാരികളല്ല. പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് സമൂഹത്തിനൊരു ദോഷവും ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ക്ഷുദ്രജീവികളുടെ പ്രകടനം കാണുമ്പോൾ നാട്ടുകാർ വിചാരിക്കുന്ന ഇതെല്ലാം പെന്തിക്കോസ് എന്നാ. ബഹുമാനപ്പെട്ട നാട്ടുകാരോട് ഞങ്ങൾ പറയാം, ഞങ്ങൾക്ക് ഇത്തരം കീടങ്ങളുമായി ഒരു ബന്ധവും ഇല്ല. ഇനി അത് പറയണം പാസ്റ്ററെ. ഞങ്ങൾ സുവിശേഷം പറയാൻ വീടുകളിൽ കയറി ചെല്ലുമ്പം പല്ലിൻ്റെ ബോർഡ് എടുത്ത് കാണിച്ചുകൊണ്ട് അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദ്യം ചെയ്യുക, എന്തോ ചെയ്യുമെന്ന് പറ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത്തരം ക്ഷുദ്രജീവികളുമായി വേർപെട്ട പെന്തക്കോസ്ത് സമൂഹത്തിനൊരു ബന്ധമില്ല. ഇത് പറയാനുള്ള ആർജവം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ കാണിക്കണം. ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം സുവിശേഷ വേല നടക്കുകയില്ല. ഇതൊക്കെ പറയുമ്പോൾ എന്നോട് വെറുതെ കാര്യമില്ല. റോഡിൽ ഇറങ്ങി നിൽക്കുന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തു. സ്തോത്രം. അതുകൊണ്ട് പറയുക. അപ്പോൾ
ദൈവദാസന്മാര് ഇത് ഗ്രഹിച്ചു. അക്രമത്തിന്റെ മാർഗം നമുക്കില്ല. എൻ്റെ ദൈവമക്കളെ, പെന്തിക്കോസുകാര് അക്രമകാരികളല്ലെന്ന് നമ്മളെക്കാൾ നല്ലപോലെ അറിയുന്ന ആരാ? നാട്ടുകാർക്ക്. അതുകൊണ്ടല്ലേ അവർ നമ്മളെ തല്ലാൻ, കൊച്ചു പിള്ളേർ വരെ തല്ലാൻ വരുന്നു അല്ലേ? ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു ദൈവദാസൻ പറഞ്ഞ് കേട്ടതാ, തിരുവനന്തപുരത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു, കുറച്ച് പേര് ചാരിറ്റബിൾ പ്രവർത്തകർ, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പാട്ട് പാടി പിരിക്കുന്നവർ, 8-10 പിള്ളേർ ഒരു കുരിശടിയിൽ അവിടെ നിന്ന് യേശുവേ എന്ന് പാടി കേട്ടോണ്ട് നിന്ന കുറച്ച് അണ്ണന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ വന്ന് ഈ പിള്ളേരെ പിടിച്ച് തല്ലി. പയ്യന്മാരല്ലേ, ദേഹം നൊന്നപ്പോൾ ഇവന്മാരെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് അറിഞ്ഞും പറഞ്ഞും തല്ലി. അവസാനം പോലീസ് വന്നു, 2 കൂട്ടരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലും പോലീസുകാർ വന്ന് ചോദിച്ചു, എന്നാത്തിനാടാ നീ അടിയുണ്ടാക്കിയെന്ന് പാടിയവനോട്. പാടിയവൻ, പൊന്നു സാറേ, ഞങ്ങൾ ചാരിറ്റിക്കാരാ, കുരിശടിയുടെ അടുത്ത് എത്തുമ്പോൾ യേശുവേന്ന് പാടും, അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയ ഭക്തിഗാനം പാടും, മുസ്ലിം പള്ളി കണ്ടാൽ മാപ്പിളപ്പാട്ട് പാടും, പണം പിരിച്ച് രോഗിക്ക് കൊടുക്കും. ഞങ്ങളവിടെ യേശുവേന്ന് പാടിയപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ ഇവന്മാർ വന്ന് തല്ലി. മനുഷ്യനല്ലേ, ദേഹം നൊന്തപ്പോൾ തിരിച്ച് തല്ലിപ്പോയതാ സാറേന്ന്. അപ്പോൾ പോലീസുകാർ മറ്റവനോട് ചോദിച്ചു പോലും, അതിനകത്തിനാടാ അവർ പാടിയപ്പോൾ നീ പോയി തല്ലിയെന്ന്. മറ്റവൻ പറയാ, പാസ്റ്റർമാരാന്ന് ഓർത്ത് തല്ലിപ്പോയതാ സാറേന്ന്. അബദ്ധം പറ്റിച്ചെന്ന് കയറി കൊടുത്തതാ. പാസ്റ്റർമാരായിരുന്നു തിരിച്ച് കിട്ടത്തില്ലായിരുന്നു. അപ്പം നമ്മളെക്കാൾ നല്ല പോലെ അറിയാം നമ്മൾ അക്രമകാരികളല്ലെന്ന് നാട്ടിലെ അണ്ണന്മാർക്ക് നമ്മളെക്കാൾ നല്ല പോലെ അറിയാം. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് നമ്മുടെ നെഞ്ചത്തോട്ട് ഒരു കുഴപ്പമില്ല, ഇനിയും ഞങ്ങൾ മേടിക്കും, ധൈര്യമായിട്ട് അടിച്ചു, ഇനിയും മേടിക്കും. ഞങ്ങൾ എന്തുമാത്രം മേടിച്ച് ശീലമുള്ളവരാണെന്നറിയും, ഇനിയും മേടിക്കും. ഒരു കാലത്ത് ഞങ്ങളൊക്കെ കൊടുത്തു നടന്നതാണ്. വാപ്പാടെ ഉമ്മാടെയും കുടുംബക്കാരുടെ നടുവിൽ കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ഉത്സവപ്പറമ്പിൽ അടിയുണ്ടാക്കിയൊക്കെ നടന്ന ടീമുകളാണ് ഞങ്ങൾ. അന്നൊക്കെ ഇതുപോലെ കവലയിൽ നിന്ന് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ ഇവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട, മാറും, ചിലപ്പോൾ തോന്നും. അതുകൊണ്ട് പറയാം, പ്രാർത്ഥിക്കുന്നവൻ അക്രമകാരികളല്ലെന്ന് ആമേൻ സമൂഹത്തിന് നന്നായി അറിയാം. ആക്രമിക്കാനാണ് പാവമെന്ന് ദൈവദാസന്മാർ മനസ്സിലാക്കിയപ്പോൾ അവരത് ഗ്രഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വായിക്കേ. ലുസ്ത്ര, ദർബ എന്നീ ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും ഒന്നിക്കട്ടെ ഓടിപ്പോയി. എന്നിട്ട് അവിടെ ചെന്ന് കപ്പലിന്റെ കച്ചവടം നടത്തിയെന്നാണോ സഹോദരി? അത് വായിച്ച് അടുത്ത്. അതുകൊണ്ട് ദൈവദാസന്മാർക്ക് ഒരു ദൂത് പറയാം. അവൻ പരിശുദ്ധാത്മാവ് അകത്തുള്ളവനെ എവിടെ കൊണ്ടിട്ടാലും അവൻ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ദൈവദാസന്മാരെ ധൈര്യപ്പെടേ. വേലയ്ക്ക് വിളിച്ച ദൈവമാണെങ്കിൽ ദൈവം നോക്കിക്കോളും. എവിടെ കൊണ്ടിട്ടാലും ദൈവാത്മാവാണോ അകത്തുള്ളത്, ദൈവമാണോ നിന്നെ വിളിച്ചത്, ധൈര്യത്തോടെ മുന്നോട്ട് പോ. ചുമ്മാ തിയോളജി പറഞ്ഞ് മോട്ടിവേഷൻ തന്നിട്ട് അകത്ത് കയറി ഇരിക്കുമല്ല. കഴിഞ്ഞ 10-22 വർഷമായി റോഡിൽ നിന്ന അനുഭവത്തിലാണ് പറയുന്നത്. സംഘടനയല്ല വിളിച്ചത്, ശുശ്രൂഷ ഏൽപ്പിച്ചത് ദൈവമാണ്. ധൈര്യമായിട്ട് നെല്ല്. പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ ദൈവം നോക്കിക്കോളും. എവിടെ കൊണ്ടിട്ടാലും സുവിശേഷം പറയും. അത് ദൈവാത്മാവുള്ളവൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ. അല്ലാത്തവനോ സ്ഥലം മാറ്റിയാലും പോവില്ല. അട്ട കടിച്ചു പിടിച്ച് കിടക്കുന്ന പോലെ പോവില്ല. എന്നാൽ നീ ഒന്ന് ഇറക്കടാന്ന് പറയും. പരിശുദ്ധാത്മാവ് അകത്തുള്ളവനാണെങ്കിൽ എവിടെ കൊണ്ടിട്ടാലും കർത്താവിൻ്റെ വേല ചെയ്യും. സ്തോത്രം. സുവിശേഷം അറിയിച്ചു ലുസ്ത്രയിൽ. ഇനി കാതലായ വിഷയത്തിലേക്ക് കയറുക. ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പൗലോസ് ലീഗ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ശ്രദ്ധയോടെ കേട്ടോ. ശ്രദ്ധിച്ചാട്ടെ. ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പൗലോസ് ലീഗ പ്രസംഗിക്കുമ്പോൾ അവിടെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന കാലം മുതൽ വൈകല്യമുള്ളവനായ ഒരു സഹോദരൻ, വികലാംഗനായ ഒരു സഹോദരൻ വചനം ശ്രദ്ധിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നു. അടുത്ത വാക്ക്, പൗലോസ് ലീഗ സംസാരിക്കുന്നത് കേട്ട് അവനവനെ ഉറ്റുനോക്കി. ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിച്ച്, വചനം ശ്രദ്ധിക്കുന്നത് അങ്ങനെ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേട്ടപ്പോൾ ഇടത്തും വലത്തും നടക്കുന്നത് കേൾക്കാനും കാണാനും നേരമില്ല. ആ ദൈവത്തിന്റെ അരുളപ്പാടുകളെ ശ്രദ്ധിച്ചുകൊണ്ട് ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. ഏത് നിമിഷമാണ് അവനുള്ള അത്ഭുതം വെളിപ്പെടുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ദൈവമുഖത്തേക്ക് നോക്കിയിരുന്നു. ആമേൻ. അടുത്ത വാക്ക്, നിൽക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. പൗലോസ് ലീഗ ഇവനെ കണ്ടപ്പോൾ, ഇവന്റെ ആ നോട്ടവും ഇരിപ്പും കണ്ടപ്പോൾ പരിശുദ്ധാത്മാവുള്ള ദൈവദാസൻ ഒരു കാര്യം ബോധ്യപ്പെട്ടു. ആമേൻ. ഇവന്റെ അകത്ത് സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു വിശ്വാസം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇവന്റെ അകത്ത് രൂപപ്പെട്ടു വരുന്നുണ്ടെന്ന് ആമേൻ പരിശുദ്ധാത്മാവിൽ പൗലോസ് ലീഗ മനസ്സിലായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജനത്തോട് ഞാൻ വിളിച്ചു പറയാം, രോഗസൗഖ്യം എന്ന് പറയുന്നത് സ്റ്റേജിൽ പ്രസംഗിക്കുന്ന പ്രസംഗകന്റെ കയ്യിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നതല്ല. വചനം കേൾക്കുന്ന
കേൾക്കുന്ന നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവം നിനക്ക് വേണ്ടി തരുന്ന കരുണയിൽ വെളിപ്പെടുന്നതാണ് ദൈവിക സൗഖ്യം എന്ന് പറയുന്നത്. അത് പ്രസംഗകന്റെ കഴിവല്ല, പ്രസംഗകന്റെ മഹത്വമല്ല, പ്രസംഗകൻ എറിഞ്ഞു കൊടുക്കുന്ന ദാനമല്ല. ദൈവവും നീയും തമ്മിലുള്ള ബന്ധത്തിലാണ് അത് വെളിപ്പെടുന്നത്. ഇത് പെന്തിക്കോസുകാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഈ അടുത്ത സമയത്ത് ഒരുത്തൻ സ്റ്റേജിൽ കയറി എന്ന് പറയാ, ആർക്കൊക്കെ വീട് വേണ്ടത്? എൻ്റെ പോക്കറ്റ് നിറയെ വീടാണ്, എന്നാ പിടിച്ചോ വീട് വീട്. ഇതുപോലുള്ള വട്ടന്മാരാണ് ദൈവിക സൗഖ്യത്തെ കുറച്ച് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞേ? നിനക്ക് സൗഖ്യം ഞാൻ പറയട്ടെ, ഒരു പന്തലിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും സൗഖ്യമാകുന്നുണ്ടോ? പറ. യേശു ജീവിച്ചിരുന്ന കാലത്ത് പല രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, സത്യം. അതുകൊണ്ട് ആ നാട്ടിൽ രോഗിയേ ഇല്ലായിരുന്നോ? യേശു പലരെ ഉയർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ നാട്ടിൽ ആര് മരിച്ചാലും ഉടനെ യേശു പോയി അങ്ങ് ഉയർപ്പിക്കുമായിരുന്നോ? ഇല്ല. ഇതാദ്യം മനസ്സിലാക്കണം. ഇന്ന് ചിലര് ഉയർപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഡെഡ് ബോഡി വെച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേ, രക്ഷിക്കപ്പെട്ടവന് മരണം ഭയമല്ല, പ്രത്യാശയാണ്. എന്താ ദൈവാസന്മാരെ? പൗലോസ്ലീഹ പറയാ, കൂടാരമാകുന്ന ഈ ഭൗമഭവനം ഇതൊന്നും എങ്ങനെയെങ്കിലും പൊളിയണം, എന്നിട്ട് കൈപ്പണിയല്ലാത്ത കർത്താവിൻ്റെ സന്നിധിയിൽ, കൈപ്പണിയല്ലാത്ത ഭവനത്തിലെത്തി എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മുഖം ഒന്ന് കാണണം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ അത്യന്തം കാക്ഷിക്കുന്നു. അത് അത്യുത്തമം. പക്ഷെ എന്ത് ചെയ്യാനാ? ജഡശരീരം, ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൊളിയണം. രോഗമായാലും ആക്സിഡന്റ് ആയാലും എന്ത് കുന്തമായാലും ഇതൊന്ന് പൊളിഞ്ഞെങ്കിലേ അങ്ങോട്ടൊന്ന് പോയി കാണാൻ പറ്റൂ. അതാ രക്ഷിക്കപ്പെട്ടവന്റെ പ്രത്യാശ. പക്ഷെ പലരും ഇത് പൊളിയാൻ അമ്മാമ ഇരുന്ന് പാടി, ലോകം വേണ്ട എനിക്കൊന്നും എൻ്റെ നാഥൻ്റെ സന്നിധി. ഇതിപ്പോ ഒരാഴ്ചയായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മനോഭാവം, ഈ അമ്മച്ചി കുറച്ച് നാളായി ഇത് പാടുന്നു, എന്നെ കണ്ടാൽ മതിയെന്ന്. പിന്നെ അടുത്ത ആഴ്ചയായപ്പോൾ അമ്മച്ചി മാറ്റിപ്പാടി, എനിക്കെൻ്റെ യേശുവിനെ കണ്ട. ഇതും കൂടെ കേട്ടപ്പം കർത്താവ് തീരുമാനിച്ചു, യോ എന്നെ ആവേശം, എന്നാൽ പിന്നെ പോട്ടിങ് പോരട്ടെന്ന് വിചാരിച്ചു ഒരു ക്യാൻസർ ഇട്ട് കൊടുത്തു. അന്ന് മുതൽ തള്ള ഉപവാസ പ്രാർത്ഥന തപ്പി നടക്കുക, കാണുകയും വേണ്ട, പോവുകയും. എന്നാ മിണ്ടാത്ത? നമ്മൾ ചുമ്മാ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എൻ്റെ ദൈവമക്കളെ, ചാകട്ട് പുല്ല്, ഒരു പ്രത്യാശയില്ലേ? ഇരിപ്പ് കണ്ട ഒന്നുമില്ലെന്ന് ഉണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ഇവിടം വിട്ടു പോയേ പറ്റത്തുള്ളൂ. എങ്ങോട്ടാണെന്ന് ഉറപ്പുള്ളവനെ സന്തോഷത്തോടെ സ്വോത്രം പറയാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവനെ ദുഃഖിച്ചിരിക്കും. നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം അങ്ങനല്ലേ? അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. 500 വർഷം ഇവിടെ തികയ്ക്കുക എന്നുള്ളതല്ല, വേല തികച്ച് കർത്താവിന്റെ സന്നിധിയിൽ പോകാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ടവന് മരണം ഭയമല്ല, അത് പ്രത്യാശയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അപ്പൊ സൗഖ്യം, വിടുതൽ എന്നൊക്കെ പറയുന്നത് പ്രസംഗകൻ എറിഞ്ഞു കൊടുക്കുന്നതല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ദൈവവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവം നിങ്ങളോട് കാണിക്കുന്ന കരുണയാണ് ദൈവിക സൗഖ്യം എന്ന് പറയുന്നത്. അവനോട് എഴുന്നേറ്റ് നടക്കാൻ പൗലോസ്ലീഹ പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോണം അടുത്ത വാക്ക്. ഒന്നുകൂടെ മാമേ, ഒന്നുകൂടെ. ആ ദൈവമക്കളല്ല എന്നെ ഒന്ന് നോക്കേ, അവൻ എങ്ങനെ നടന്നെന്നാ പറഞ്ഞ്? ആ ദൈവിക സൗഖ്യത്തിലാണ് പെന്തക്കോസുകാർ വിശ്വസിക്കുന്നത്, അല്ലേ പാസ്റ്ററേ? അല്ല ദൈവമക്കളെ, ആ ദൈവിക സൗഖ്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഗർഭം മുതൽ മുടന്തനായവനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്ന സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ഞങ്ങൾ എതിർക്കുന്നത് എന്തിനെന്നറിയാമോ? ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് കാണുന്ന അങ്ങനല്ല. ബ്രദറെ, സൗഖ്യമായിട്ടുണ്ട്, വിശ്വസിച്ചോ, ഗ്രാജുവലി അങ്ങ് നടന്നോളൂ വന്ന്. എന്നാ പിന്നെ ആട്ടെ ഭാഷേ, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി പുറത്തിരുന്നവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്ന ദൈവിക സൗഖ്യമുണ്ടല്ലോ, അതിലാണ് ദൈവ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നത്. ആ ദൈവിക സൗഖ്യത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ ദൈവിക സൗഖ്യം ഇന്നും വെളിപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ കേരളക്കരയിൽ ഇത്തരം മാജിക്കുകാരന്മാരെ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ലൈവിലൂടെ വിളിച്ചു പറയാം, സമയം കിട്ടുമെങ്കിൽ നോർത്ത് ഇന്ത്യയിലോട്ടൊന്ന് ചെല്ലേ,
ഒരു യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നുമില്ലാത്ത സ്കൂള് കാണാത്ത പാവപ്പെട്ട അപ്പച്ചന്മാര് പല ഗ്രാമങ്ങളിൽ ഗല്ലികളിൽ കടന്നു ചെല്ലുമ്പോൾ ചങ്ങലക്കിട്ടിരിക്കുന്ന സുബോധമില്ലാത്തവൻ ഒറ്റ പ്രാർത്ഥനയിൽ സൗഖ്യമാകുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ രക്ഷിക്കപ്പെടുക, ഒരു ഗ്രാമം മുഴുവൻ സ്നാനപ്പെടുക. 500 600 സ്നാനം ഒറ്റ ദിവസം നടക്കുക. ചുമ്മാതല്ല സംഘികള് ഉപദേശിമാരെ കത്തിക്കുന്നത്. ചെന്ന് നോക്ക്, മനസ്സിലായോ? ഒറ്റ സ്നാനം 600 500 ഗ്രാമങ്ങൾ ഒറ്റ സ്നാനത്തിൽ. ഞാൻ ഈ കഴിഞ്ഞ നാളിൽ ബീഹാറിൽ കടന്നു പോയപ്പോൾ ഞങ്ങൾ 3 ദൈവദാസന്മാർ ഇറങ്ങി നിന്ന സ്നാനം നടത്തിയത്. അറിയാവോ? ദൈവപ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ കേരള സമൂഹം വഞ്ചിക്കപ്പെട്ടത് എവിടെയെന്നറിയാമോ? ദൈവിക സൗഖ്യം എന്താണെന്നും ഈ കച്ചവടക്കാരെന്താണെന്നും തിരിച്ചറിയാതെ പോയതുകൊണ്ട് ജനം ദൈവിക സൗഖ്യം കാണുന്നില്ല. ജനം കാണുന്നത് മുഴുവൻ കള്ളനോട്ട. ഞാൻ ചോദിച്ചോട്ടെ, നാട്ടിൽ കള്ളനോട്ടുണ്ട് സത്യം എന്ന് കരുതി അലമാര ഇരിക്കുന്ന നല്ല നോട്ടെടുത്ത് കത്തിക്കാൻ പറ്റുമോ? എടോ, നാട്ടിൽ കള്ളനോട്ടുണ്ട് സത്യം എന്ന് കരുതി വീട്ടിൽ ഇരിക്കുന്ന നല്ല നോട്ടെടുത്ത് കത്തിക്കാൻ ഒക്കുവോ? ഇല്ല. നീ നല്ലത് കണ്ടിട്ടില്ല. ദൈവിക സൗഖ്യം ഇന്നും വെളിപ്പെടും. അത് 2500 3000 രൂപ കാശിന് കൊണ്ടു കൊടുത്ത് ഞാൻ മുടന്തനായിരുന്നു പറയിപ്പിക്കുന്ന പണിയല്ല. ഗർഭം മുതൽ മുടന്തനായിരുന്നവൻ കുതിച്ചെഴുന്നേറ്റ് നടന്ന ദൈവിക സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സൗഖ്യ ദൈവദാസൻ പറഞ്ഞത്. എത്ര പ്രായമുണ്ട് കുഞ്ഞിന്? 12 വയസ്സുള്ള കുഞ്ഞ് അല്ലേ? 16 വയസ്സുള്ള കുഞ്ഞ് 2 കിഡ്നിയും ഫെയിലായി ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന്റെ കരുണയാ. സ്തോത്രം. ഇനിയിപ്പോൾ ഞങ്ങൾ വെല്ലുവിളിച്ചു ആ കുഞ്ഞ് ഒരിക്കലും മരിക്കും അങ്ങനൊന്നും ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾ മരിക്കുമെങ്കിൽ കുഞ്ഞും മരിക്കും. പക്ഷേ അതിനു മുമ്പ് കർത്താവിൻ്റെ അടുക്കൽ എത്താനുള്ള പ്രത്യാശ അത് പ്രാപിച്ചിരിക്കും. അല്ല, കുഞ്ഞ് മാത്രമൊന്നും അല്ല മരിക്കുന്നത്, ഞാൻ നിങ്ങൾ മരിക്കും. സകല എണ്ണത്തിൻ്റെയും പെട്ടി കുളനടയിൽ ഇരിപ്പുണ്ട് ഇല്ലേ? ഞങ്ങൾ ദൈവിക സൗഖ്യത്തിൽ വിശ്വസിക്കുന്നു. അവൻ ക്ഷണത്തിൽ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. വേഗത്തിൽ പോകാൻ ഒത്തിരി പറയാനുണ്ട്. കുതിച്ചെഴുന്നേറ്റ് നടന്നു. അടുത്ത വാക്ക്, പൗലോസ് ഈ ചെയ്ത അത്ഭുത പ്രവൃത്തി ആ നാട്ടിലുള്ള ജനങ്ങളെല്ലാം കണ്ടപ്പോൾ ദേവന്മാർ മനുഷ്യന്മാരുടെ രൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ. ഇനി ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ സംഗതി എന്താന്ന്. സംഗതി ഇത്രേ ഉള്ളൂ. ഒരത്ഭുതം കൺമുമ്പിൽ നടന്നപ്പോൾ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം പോലെ ആ ജനം കാണിച്ചു. എന്താണെന്നറിയാവോ? അത്ഭുതം നടന്നപ്പോൾ ഈ മനുഷ്യരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ നോക്കി. ഇതാ കുഴപ്പം. ഇന്നും അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ച ഓരോന്ന് വരിക. വട്ടിയൂർക്കാവിൽ നിന്ന് ഒരെണ്ണം കഴിഞ്ഞ ആഴ്ച, പേരൂർക്കടയിൽ നിന്ന് ഒരെണ്ണം പിറ്റത്തെ ആഴ്ച, ആലപ്പുഴയിൽ നിന്ന് ഒരെണ്ണം അടുത്ത ആഴ്ച, കായംകുളത്ത് നിന്ന് ഒരെണ്ണം പിറ്റത്തെ ആഴ്ച. ആൾ ദൈവങ്ങളെ മുട്ടിയിട്ട് നടക്കാൻ മേല. കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യ? മണ്ടൻ മലയാളി മനുഷ്യരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുക. പെന്തിക്കോസുകാർ ചിരിക്കുന്നു. ചിരി മാറാൻ വേണ്ടി ഒരു സത്യം പറയട്ടെ. നമ്മുടെ ഇടയിലും ആൾ ദൈവങ്ങൾ വേണ്ട ഇല്ലേ? ഇല്ലെന്നാണോ? ഉണ്ട്. ഇതേപോലെ പല വേദികളിൽ പ്രസംഗിക്കാൻ പോകുന്ന ആളാ. റോഡിൽ നടന്ന് സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ നേടി ട്രാക്ട് കൊടുത്ത് പരിശോധന നടത്തി എങ്ങനെ കയറി ഇറങ്ങി ഉപവസിച്ചും പ്രാർത്ഥിച്ചും നടക്കുന്ന പാവപ്പെട്ട ദൈവാസന്മാർ സ്റ്റേജിൽ കയറി വരുമ്പോൾ നമ്മൾ ATM കാർഡ് ഇടുന്ന പോലെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉരയ്ക്കുക ഒരു വില ഉരച്ചിട്ട് പറയും ലോണ്ടല്ല അവിടെ അപ്പുറത്ത് അങ്ങോട്ട് പോയിരുന്ന. കുറച്ച് കഴിയുമ്പോൾ റവ കയറി വരിക. റവ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ദൈവം വന്ന പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. എനിക്ക് മനസ്സിലായില്ലത്. സ്വത്രം പോയ കണ്ട നേരത്തെ ചിരിയിപ്പോയില്ലല്ലോ അല്ലേ? ഈ റവ ആകെ കൂടെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുക, ആലയം ഉദ്ഘാടനം ചെയ്യുക, കല്യാണം നടത്തുക, ശവസംസ്കാരം നടത്തുക, റവ വീട്ടിൽ പോവുക. മറ്റേ ദൈവദാസൻ കഷ്ടപ്പെട്ട് ഇപ്പം ചിലർ പറയും ഞാൻ അന്നേരെ പറഞ്ഞ ഇങ്ങനെ വിളിക്കണ്ടെന്ന്. ഇപ്പം പിടികിട്ടിയോ? അവസാന നിമിഷം വരെ ഞാൻ പറഞ്ഞതാ മാറ്റ്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഈ പ്രസംഗം തപ്പി നടക്കാന്നോ? അയ്യോ, അപ്പം എത്ര ദൈവദാസന്മാർ വർഷങ്ങളായി പരിചയമുള്ളവരിവിടെ ഉണ്ടെന്നറിയാമോ? ടിജിപ്പാസ്റ്റൊക്കെ ഒരു കുടുംബം പോലെ ഞങ്ങൾ സഹകരിക്കുന്നവരാ. ഇന്ന് വരെ ഒരു ഫോൺ വിളിച്ചിട്ട് നമ്മളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഒന്ന് ഓർക്കണേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തൻ്റെ ഇടം ഉണ്ടേ പറ. ഞാൻ വിളിച്ചിട്ടില്ല. മീറ്റിംഗ് തപ്പി നടക്കുമല്ല. ഈ കൊച്ചു കേരളത്തിൽ കവലകളുള്ള കാലത്തോളം എനിക്ക് പ്രസംഗത്തിനൊരു മുട്ടുമില്ല. പ്രസംഗിച്ച് ഊപ്പാട് വന്നിരിക്കുക. അതുകൊണ്ട് ആരെയും സൂചിപ്പിക്കുകയില്ല. ദൈവം പറയുന്നത് പറഞ്ഞിട്ട് പോകും, അത്രേ ഉള്ളൂ. നമുക്കിടയിലും വേണ്ട ദൈവാസന്മാരെ
ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെല്ലാം ഒന്നുപോലെ ബഹുമാനിക്കുക, ഒരേപോലെ സ്നേഹിക്കുക, കയറ്റമിറക്കവും വേണ്ട. അത്രേ പറഞ്ഞുള്ളൂ. മനുഷ്യരെ പിടിച്ച് ആൾ ദൈവങ്ങളാകാൻ അവർ വട്ടം കൂടി. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വായിച്ചേ. ബർന്നബാസിന് ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യപ്രസംഗനാകയാൽ കണ്ടോ പേര് വിട്ടു. ആൾ ദൈവങ്ങളാകുമ്പോൾ പഴയ പേര് പണ്ട് ശശി എന്നായിരുന്നു. അപ്പൊ ശശി ദൈവം എന്ന് പറയാൻ ഒരു ഇതാണ്. ശശി മൂലാദി ചന്ദ്രാദി എന്നൊക്കെ പറഞ്ഞൊരു വാലും കൂടെ പേരിടുക ഇല്ലേ? പണ്ടത്തെ പേരെന്താന്ന് ചോദിച്ചാൽ ശശി. അത് വേണ്ട. മനുഷ്യരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ അവർക്ക് പേര് വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചോ. ആ, പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഈ മനുഷ്യന്മാരായ ദൈവദാസന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കി പ്രതിഷ്ഠിക്കാൻ പേരും മാറ്റി കാളക്കിടാങ്ങളെ കൊണ്ടുവന്നു. വലിയ തടിപ്പിച്ച പൂമാലകൾ, പൂക്കടയിൽ പോയി പൂമാല മേടിച്ചോണ്ട് ഇവരെ സ്വീകരിക്കാൻ വന്നപ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷിക്തന്മാർ കാതു തുറന്ന് കേട്ടോ. പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തൻ വസ്ത്രം വലിച്ചു കീറിയെന്ന് പൂമാല ഇടാൻ വന്നപ്പോ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നെങ്കിലോ പൂമാല ഇടല്ലേ. ഒരു മിനിറ്റ്, ഞാനിതൊക്കെ പറയുന്നോണ്ടാ ഇഷ്ടപ്പെടാത്തത്. പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവദാസന്മാർ എന്താ ചെയ്ത? വായിച്ചുകൂടാ മാമേ. വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറയാ ഓടിച്ചെന്ന് പറഞ്ഞത്. പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ വെറും മനുഷ്യന്മാരാണ്. ഞങ്ങൾ ഏലിയൻസ് അല്ല, ഞങ്ങൾ അന്യഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്നവരല്ല, ഞങ്ങൾ വെറും മനുഷ്യന്മാരാണ്. അതുകൊണ്ട് മനുഷ്യനെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന ഈ മണ്ടത്തരം നിങ്ങൾ വിട്ടിട്ട് ഇന്ന് രാത്രി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രി കുളനടയോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ഹല്ലേലൂയ. അതാണ് സുവിശേഷം. വ്യർത്ഥകാര്യങ്ങളെ വിടണം. ചോദിക്കാം നമുക്ക് പൗലോസിനോട്. പൗലോസേ, വ്യർത്ഥകാര്യങ്ങളെ വിടണമെന്ന് അങ്ങ് പറഞ്ഞു. എന്താണ് ഈ മനുഷ്യൻ വിട്ടുകളയേണ്ട വ്യർത്ഥകാര്യം എന്ന് പറഞ്ഞാലല്ലേ അത് ഉണ്ടോന്നൊക്കെ നോക്കി വിടാൻ പറ്റുള്ളൂ. എന്താ ഈ വ്യർത്ഥമായ കാര്യങ്ങൾ, വിടേണ്ട കാര്യങ്ങൾ? പൗലോസ് ലീഹ പറഞ്ഞു. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ കാത് തുറന്ന് കേട്ടോ. 21 മുതൽ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നിക്കട്ടെ, വ്യർത്ഥരായി തീർന്നു. വ്യർത്ഥരായവർ പിന്നെ ചെയ്തതെല്ലാം വ്യർത്ഥമായ കാര്യങ്ങളാ. ഇവർ വ്യർത്ഥരായി തീർന്നത് എന്തിനാ? ആമേൻ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. ഇന്ന് രാത്രി ദേശവാസികൾ കേട്ടോ, ഒരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും, ഒരു സൃഷ്ടാവുണ്ടെന്ന് അറിഞ്ഞിട്ടും, ഒരു പടച്ചവനുണ്ടെന്ന് അറിഞ്ഞിട്ടും, ഒരു ഈശ്വരനുണ്ടെന്ന് അറിഞ്ഞിട്ടും, സകലത്തെയും സൃഷ്ടിച്ചൊരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടി. പുള്ളി പടച്ചവനെന്ന് പറഞ്ഞു. പഴയത് എന്തൊക്കെ മെനകേടാന്ന് നോക്കണേ. പടച്ചവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരല്ല, പടച്ചുണ്ടാക്കിയവൻ എന്നേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവ്, ദൈവം എന്ന് പറഞ്ഞാൽ ശക്തൻ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊന്നും ദൈവത്തിൻ്റെ പേരൊന്നുമല്ല. മനസ്സിലായി? ഇതെല്ലാം പറഞ്ഞില്ലെങ്കിൽ പിന്നെ വിഷയമാണ്. നോക്കി ഇങ്ങനെ സൂക്ഷ്മ ദർശനം വെച്ചിരിക്കുകയാണ് എവിടെ നിന്ന് പിടിക്കാൻ പറ്റുമെന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ യോഗം. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? എനിക്കിതൊക്കെ അറിയാം. ആമേൻ. ഉണ്ടെങ്കിൽ ഞാൻ ചില നാളുകൾക്ക് മുമ്പ് അമേരിക്കയിൽ പോയ സമയത്ത് ന്യൂയോർക്കിൽ താമസിച്ച വീട്ടിലെ ദൈവദാസനുമായിട്ട് അവിടെ ഞങ്ങൾ ഇരുന്നപ്പോൾ പറഞ്ഞു, കേരളത്തിൽ നമ്മളെ അറിയപ്പെടുന്ന ഒരു പാസ്റ്റർ അവിടെ വരുന്നുണ്ട്, എയർപോർട്ടിലൊന്ന് പിക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാം പോയി തിരിച്ചു വന്നു. അദ്ദേഹമായിട്ട് ഒന്നിച്ചിരുന്നു. നല്ല ചിക്കനും ഇറച്ചിയൊക്കെ വെച്ച് ചപ്പാത്തിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ ഒരു തമ്പേറൊക്കെ എടുത്തുന്ന പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞ് പാട്ടുമൊക്കെ പാടി വലിയ സന്തോഷം. എന്നിട്ട് പുള്ളിക്കാരൻ ചിക്കാഗോയിൽ പോകണമെന്ന് പ്രാർത്ഥിച്ച് പോയി. അവിടെ ചെന്നു. പിറ്റേന്നാകുമ്പോഴത്തേക്ക് ചിക്കാഗോയിൽ പുള്ളി താമസിച്ച വീട്ടിലെ സൗകര്യങ്ങൾ എൻ്റെ വളരെ എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ മെസ്സേജ് എല്ലാം ഫോളോ ചെയ്യുന്നവരും എന്നെ വിളിച്ചു. ഷമീർ പാസ്റ്റർ എന്നാ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ന്യൂയോർക്കിലുണ്ടല്ലേ? ശരി. പിന്നെ ഒരു കാര്യം പറയാം. എന്നാ ഇന്ന പുള്ളി ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു, സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നാ മനസ്സിലായില്ല. അന്നേരം പുള്ളി പറയാ,
ഇവർ പറയാ പുള്ളി ഇന്നലെ ഇവിടെ വന്നു. ഷമീർ പാസ്റ്റർ ന്യൂയോർക്കിലുണ്ടെന്ന് ഞങ്ങൾ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ഉണ്ട് ഞാൻ കണ്ടായിരുന്നു, പക്ഷേ പുള്ളി പഴയ പാരമ്പര്യം വിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എന്നാ പാസ്റ്ററെ അങ്ങനെയെന്ന്. അപ്പോൾ പുള്ളി പറയാ പുള്ളി ഇപ്പോഴും ഇടത്തോട്ടാണ് മുണ്ടുകൊടുക്കുന്നതെന്ന്. എന്നാ മെനകേടാന്ന് നോക്കണേ. ഞാൻ ചെറിയ പ്രായം തൊട്ടേ ഈ കൈലി കൊടുത്തതല്ല ഇടത്തോട്ടാണ്, അത് മാറ്റി വലത്തോട്ട് കൊടുത്താൽ ഊർന്നു പോകും, മോശമല്ലേ? അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിൽക്കുന്ന വീട്ടുവേഷത്തിൽ കൈലി കൊടുത്തത് ഇടത്തോട്ട്. അതാ പുള്ളി കണ്ടത്. അന്ന് ഞാൻ വലത്താക്കി, ഇപ്പോഴും വലത്താ. തിരുത്തിയില്ലെങ്കിൽ പണി പാളിയില്ലേ? എൻ്റെ ശ്രദ്ധിച്ചോണം, മനസ്സിലാകുന്നുണ്ട്. അന്ന് ഞാൻ വലത്താക്കി. ഇന്ന് ഊർന്നു പോകാതിരിക്കും ഒരു ബെൽറ്റും കൂടെ മേടിച്ചിട്ടു, രാംരാജിൻ്റെ. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എടുത്തങ്ങോട്ട് കാച്ചാനിരിക്കുക. നീ പഠിച്ച സ്കൂളിൽ ഞാൻ പ്രിൻസിപ്പലാ, അവിടെ ഇരി. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. ആമേൻ. ഇവിടെ വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചോ. ആമേൻ, ആമേൻ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, സകലത്തെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ സൃഷ്ടാവിന് മഹത്വം കൊടുക്കാതെ, നന്ദി കാണിക്കാതെ അവർ വ്യർത്ഥരായി തീർന്നു. ഒരു ദൈവമുണ്ട് ദേശവാസികളെ, ഒരു ദൈവമുണ്ട്. ഇന്ന് ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവമില്ലെന്ന്. ചില പിള്ളേർ പറയുന്നത് ഡിങ്കനാണ് ദൈവമെന്ന്. ഡിങ്കനെ അറിയത്തില്ല? ഡിങ്കൻ നിക്കറ് പുറത്തിട്ടൊരു ചുണ്ടലി, അത്രേ ഉള്ളൂ. എലിക്ക് വരെ ആകാം, എന്ത് ചെയ്യാൻ പറ്റും? ഡിങ്ക ദൈവമെന്ന്. ചില പിള്ളേർ പറയും ദൈവമില്ലെന്ന്. തിയോളജി പഠിപ്പിച്ച് ഇന്ന് രാത്രി ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി തരാനൊന്നും പോണില്ല. കാരണം വേദപുസ്തകം പറയുന്നു ദൈവത്തെ തിയോളജി പഠിപ്പിച്ചറിയണമെന്നല്ല, യഹോവ നല്ലവനെന്ന് പഠിച്ചറിയാനല്ല എഴുതിയിരിക്കുന്നത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേൻ. ഞങ്ങളൊക്കെ ദൈവത്തെ പഠിച്ചറിഞ്ഞതല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആരെന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് ഇറങ്ങിയതാ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമില്ലെന്ന് പറയുന്ന തലമുറയോട് പറയാം, ആമേൻ, ദൈവമുണ്ട് എന്ന് തിയോളജി പഠിച്ചല്ല, അനുഭവിച്ച് മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നെയ്യാറ്റിൻകര തിരുവനന്തപുരത്ത് യോഗത്തിന് പോയി. കരമന മുതൽ ബാലരാമപുരം വരെ നല്ല പാളിയിനായി കിടക്കുന്ന 6 വരിപ്പാത ഹൈവേ, 1 സൈഡ് 1 വേ. നല്ല സിഗ്നൽ സംവിധാനം. ഇങ്ങോട്ട് വണ്ടി വരുമെന്ന് പേടിക്കണ്ട, കണ്ണും പൂട്ടി വിടാവുന്ന നിലയിൽ നല്ല നീറ്റായി കിടക്കുന്ന റോഡ് അടിച്ചു വിട്ട് പോവുക. എന്നിട്ടും കണ്ടു ഇടക്കിടയ്ക്ക് ചില വണ്ടികൾ അവിടെ മുട്ടി ഇടിച്ച് അവിടെ കിടക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കേ. 6 വരിപ്പാത ഉണ്ടായിട്ടും സിഗ്നൽ സംവിധാനം ഉണ്ടായിട്ടും കഴിവുള്ള ഡ്രൈവർമാർ നന്നായി ഓടിച്ചിട്ടും 2 എണ്ണം കൂട്ടിമുട്ടിയപ്പോൾ ആകാശമണ്ഡലങ്ങളിൽ, സൗരയൂഥങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഡ്രൈവർ ഉണ്ടോ? ഡെയിലി 2 എണ്ണം വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുവാണോ? അല്ലെന്ന്. ഇതിനെയൊക്കെ കൃത്യമായ നിലയിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവശക്തന്റെ കരം ഇതിന്റെ പുറകിലുണ്ടെന്ന്. അതുകൊണ്ട് ആമേ മനസ്സിലായിക്കോണം, ഒരു സൃഷ്ടാവുണ്ട്, ഒരു ഈശ്വരനുണ്ട്, പടച്ചവനുണ്ട്, ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ദൈവത്തിന് നന്ദി കൊടുക്കാതെ അവർ വ്യർത്ഥരായി തീർന്നു. കാരണം, അടുത്ത വാക്ക്, കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മാറിപ്പോകാൻ കാരണം അവരുടെ ഹൃദയത്തിന്റെ അകത്തൊരു ഇരുട്ട് പ്രവേശിച്ചു. അവിടെ നോട്ട് ചെയ്തിട്ടോ, ഇച്ചിരി കഴിഞ്ഞ് പറയാം വിശദീകരണം. ഒരു ഇരുട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. ഇരുട്ടകത്ത് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അടുത്ത വാക്ക്. ഒന്ന് ശ്രദ്ധിച്ചേ. ഇരുട്ടകത്ത് കയറി. അകത്ത് ഇരുട്ട് കയറിയപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. എന്താ? എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. മനുഷ്യന്റെ പൊതുചിന്തയാ, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും. അങ്ങനല്ലേ അമ്മാമേ? അപ്പുറത്തെ ചാക്കോച്ചന് ക്യാൻസർ. പെന്തിക്കോസ് അമ്മാമ്മ ചെന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ക്യാൻസർ ആണെന്നറിഞ്ഞു. അന്നടി അറിയാൻ ഇച്ചിരി വൈകി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നാ? ദേ അപ്പുറത്തെ പ്രാർത്ഥനാ സ്ഥലമില്ലേ? ഏത്? അപ്പുറത്തെ കൂടാരത്തിലെ പ്രാർത്ഥന. ഏത്? അപ്പോൾ പെന്തിക്കോസാ? പെന്തിക്കോസ്. അത് തന്നെ. അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുക. നല്ല കൃപയുള്ള ദൈവാസന്മാരൊക്കെ വരുന്നുണ്ടോ, ദൈവം വലിയ സൗഖ്യമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. ചാക്കോച്ചൻ അങ്ങോട്ടൊന്ന് പോന്നോ? ദൈവം വിടുവിച്ചാലോ? ഞാനോ? പെന്തിക്കോസുകാരെടുക്കാം. ഞാൻ എൻ്റെ കുടുംബ പള്ളി ഏതാണെന്നറിയാമോ? കുടുംബ കല്ലറ ഏതാണെന്നറിയാമോ? 5 അച്ഛന്മാരുള്ള കുടുംബം, കന്യാസ്ത്രീ വേറെ. പെന്തിക്കോസുകാരെടുക്കാം. എന്നെക്കാളും നല്ല ക്യാൻസർ വന്ന് ചാകുന്നതാന്ന് ചാക്കോച്ചൻ. എന്നാ പിന്നെ ആട്ടെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ഹാപ്പി ന്യൂസ്. എന്താ? വയനാട്ടിൽ കേളു വൈദ്യൻ, എല്ലാ രോഗം മാറ്റും കേളു വൈദ്യൻ, കാട്ടുമൂപ്പൻ. ഒന്ന് പോയാലോ? പിന്നെ എടുക്കടാ വണ്ടി, വിടടാ വയനാട്. നേരെ വയനാട് വിട്ടു. കേളു വൈദ്യൻ നോക്കിച്ച് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒക്കുന്ന കേസല്ല, ഒരു കാര്യം ചെയ്യ്, വേണ്ട മൈസൂർ കടന്ന് അപ്പുറത്ത് കർണാടക, അങ്ങോട്ട് പോട്ടോ, അവിടെ ഒരു മൂപ്പനുണ്ട് വൈദ്യൻ.
അവിടെ വിട്ടു. വൈദ്യം നോക്കിച്ച് പറഞ്ഞു, ഇച്ചിരി കടുപ്പമാ, എൻ്റെ കൈ നിൽക്കത്തില്ല, ഒരു കാര്യം ചെയ്യും, ആ കാറങ്ങ് ഒതുക്കി അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിക്ക് വിട്, അവിടെ കേന്ദ്രമന്ത്രിമാരെ ചികിത്സിക്കുന്ന പ്രത്യേക ഒരു വിങ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, അങ്ങോട്ട് വിട്ടോ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇച്ചിരി കടുത്ത് പോയി, ഒരു കാര്യം ചെയ്യും, അടുത്ത ഫ്ലൈറ്റ് എടുത്ത് മലേഷ്യക്ക് വിടാൻ പറഞ്ഞു. മലേഷ്യയിൽ ചെന്നു. അവിടുത്തെ ഡോക്ടർമാർ ഒന്നടങ്കം നോക്കിച്ച് പറഞ്ഞു, ഇനി ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കറങ്ങി തിരിഞ്ഞ് ചാക്കോ വീണ്ടും കുളനടയിൽ വന്നു. അപ്പോൾ ഇല്ല, മറ്റേ അമ്മാമ്മ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ചാക്കോച്ചാ ഞാൻ ഒരു 3 ദിവസവും കൂടെ ഉള്ള അവിടെ പ്രാർത്ഥന, ഒന്ന് അങ്ങോട്ട് പോന്നോ? അപ്പോൾ ചാക്കോച്ചൻ, എന്നാ പിന്നെ ഒന്ന്, ഇതല്ലേ മനുഷ്യൻ. എടാ ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവം നിന്റെ പിറകെ നടന്ന് വിളിക്കുക, മാനസാന്തരപ്പെട്. കണ്ണും കരലും കിഡ്നി അടിച്ചു പോയി IC യൂണിറ്റിൽ കിടന്ന് ദൈവത്തെ വിളിക്കാതെ ഇന്ന് രാത്രി ആരോഗ്യത്തോടിരിക്കുമ്പോൾ ജീവിതം ദൈവത്തിന് കൊടുക്കുക. ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന സന്തോഷം, ദൈവം തന്ന നന്മ സകലതും ഇന്ന് രാത്രി ദൈവത്തിന് കൊടുക്കുക. പിറകെ നടന്ന് ദൈവം വിളിക്കുകയല്ലേ, ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുക. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന്റെ അകത്ത് കയറിയ ഈ ഡംബം, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ടെന്ന ചിന്ത അകത്ത് കയറി ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. സത്യത്തിൽ ഒന്നും അറിയത്തില്ലെന്ന് മൂഢരായിപ്പോയി. എന്നിട്ട് എന്താ ഈ വ്യർത്ഥമായത് ചെയ്തെന്ന് കേൾക്കണോ? അടുത്ത വാക്ക്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിന് ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം, ഈശ്വരന് കൊടുക്കേണ്ട മഹത്വം ഇരുകാലി മനുഷ്യൻ പങ്കുവച്ചു. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടാവിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ പങ്കുവച്ചു. ആർക്കൊക്കെ പങ്കുവച്ചു സഹോദരി? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആർക്ക് കൊടുത്തെന്ന്? ഒന്ന് മനുഷ്യന് മഹത്വം കൊടുത്തു. അപ്പൊ ഇവിടെ എന്തുണ്ടായി? ആൾ ദൈവങ്ങളുണ്ടായി. പിടി കിട്ടുന്നുണ്ടോ? മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ, മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന പേട്ട് മനുഷ്യൻ. ഒരു ശ്വാസം ഒന്ന് വലിച്ചു വിടാൻ പറ്റത്തില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി കിടന്ന് വലിക്കുക. ഓടി കാറുള്ളവനും ഓടി നടക്കുന്നവനും ഒരുപോലെ വലിക്കുക. ഇത്രയധികം ഓക്സിജൻ അന്തരീക്ഷ മണ്ഡലത്തിലുണ്ടായിട്ടും ഒരു ശ്വാസം നിലച്ചു പോയാൽ വേദപുസ്തകം പറയുന്നു, ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, നീ അത്രേ ഉള്ളൂ. നീ എത്ര തിന്ന് കുടിച്ച് തടിച്ചു കൊഴുത്ത് ഇല്ല ജിമ്മിലൊക്കെ പോയി അവിടെ എവിടെയൊക്കെ മുഴച്ചു പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുമ്പോൾ നിനക്ക് തോന്നുക ആരും കയറി എന്തുമൊക്കെ ആക്കാന്ന്. എടാ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ നീ വാഴപ്പിണ്ടി പോലെ റോഡേ കിടക്കും, എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും. ആമേൻ. ഇത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സർവശക്തനായ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് മഹത്വം കൊടുത്തു. അങ്ങനെ ആൾ ദൈവങ്ങളുണ്ടായി. അടുത്തത് എന്താ പറഞ്ഞ? മനുഷ്യൻ. അടുത്തതെന്തുവാ? പക്ഷിക്ക് മഹത്വം കൊടുത്തു. അടുത്തത് നാൽക്കാലിക്ക് മഹത്വം കൊടുത്തു. അടുത്തത് ഇടജാതിക്ക് മഹത്വം കൊടുത്തു. ഞാനൊന്ന് പറയട്ടെ, പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി മഹത്വം കൊടുക്കുക. എന്നിട്ട് അവൻ പറയുന്ന ക്രിസ്ത്യാനി എന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാൽക്കാലി ആരാ? മനസ്സിലായവര് പറ. നാൽക്കാലി ആരാ? കുതിര. മേലെ ഇരുകാലി ആരാ? മനുഷ്യൻ. കീഴെ ഇഴജാതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ പിന്നെ പക്ഷിയോന്ന്. വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ കണ്ണുരുട്ട് നോക്കിയാൽ മതി, ഇഴജാതിക്ക് 2 വലിയ ചിറക് വരച്ച് വെച്ചിട്ടുണ്ട്, സകലവും നിവൃത്തിയായി. ഇതിനെ 4നെയും കൂടെ, ഈ പറഞ്ഞ 4 എണ്ണത്തിനെയും കൂടെ ഒരു കണ്ണാടി കൂട്ടി വെച്ച് മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വമാ, സർവശക്തന് കൊടുക്കേണ്ട മഹത്വമാ. ഞാൻ എൻ്റെ മഹത്വം, എൻ്റെ സ്തുതി മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയല്ല, വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയല്ല എന്ന് പറഞ്ഞ മഹാദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ചു. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. ദൈവത്തെ മറന്നു. അതിനിപ്പോൾ ഡിഗ്രി ഒന്നും വേണ്ട മനസ്സിലാക്കാൻ, സിമ്പിളായിട്ട് പറഞ്ഞു തരാം. പറയട്ടെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? കേട്ടില്ല, ഉറക്കെ പറയണം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? അതാ കുഴപ്പം. ഇന്ന് മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യനാണ് ആരെ സൃഷ്ടിക്കുന്നത്? ദൈവത്തെ സൃഷ്ടിക്കുക. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ? ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ. മനസ്സിലാകുന്നുണ്ടോ? ഈ പേട്ട് മനുഷ്യൻ സൃഷ്ടാവിനുണ്ടാക്കുക. ഇന്ന് രാത്രി കണ്ണു തുറക്കുക. ഇന്ന് രാത്രി സർവേഷനെ തിരിച്ചറിയുക. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിങ്കലേക്ക് തിരിയുക. ആമേ. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന്റെ അകത്ത് കയറി ഇരുട്ട് നിമിത്തം മനുഷ്യൻ സൃഷ്ടാവിൽ നിന്ന് അകന്നു പോയി. സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. മനുഷ്യനുമായി മഹത്വം കൊടുത്തു. പക്ഷി, നാൽക്കാലി,
ഇടജാതിക്ക് ഈ ഇടജാതി ഇന്ന് വരെ ഒരാളെ കടിച്ചിട്ട് സോറി ആൾ മാറിപ്പോയി സോറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ഉണ്ടോ? അതിനെയും എന്താക്കി? ഇത് ഭക്തനെ കാണാൻ വീട്ടിൽ വന്നാലോ? ഏഴയായി അടിയൻ്റെ വീട്ടിൽ വരാൻ അടിയൻ എന്തുള്ളൂ എന്നാണോ? ബാബാ സുരേഷിൻ്റെ നമ്പർ തപ്പോ? എടാ ഇതൊക്കെ മനസ്സിലാക്കാൻ എന്തിനാടാ ഡിഗ്രി? അരിയാഹാരം കഴിക്കുന്നവന് മനസ്സിലാകത്തില്ലേ? നിനക്ക് എന്ന് നേരം വെളുക്കും? അതുകൊണ്ട് ചിന്തിക്കേ, മനുഷ്യൻ സൃഷ്ടാവിനെ അറിയണം. സൃഷ്ടാവിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ചു. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ ദൈവത്തെ മാറ്റിക്കളഞ്ഞു. എന്താണ് കാരണം? അവൻ്റെ അകത്ത് പ്രവേശിച്ച ഇരുട്ടാണ് കാരണം. ഈ ഇരുട്ടാണ് മനുഷ്യനെ സൃഷ്ടാവിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. ആ ഇരുട്ടിന് ഒരു അല്പം കൂടെ വിവരണം പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ നൽകി. വായിക്കാം. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങളിലേക്ക്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നാൽ ആമേൻ, ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കി. മനസ്സിലായോ? മനുഷ്യന്റെ ഹൃദയം കൂരിരുട്ടാക്കി. ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ച ഇരുട്ട്, അതിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് സ്നേഹിത പാപം. ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി അതിനെ വിളിക്കുന്ന പേരാണ് പാപമെന്ന് ഞാൻ മുമ്പൊരു വേദി പറഞ്ഞപ്പം ഒരു ചേട്ടന്, തിരുവനന്തപുരത്തുള്ളൊരു ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ പറയാ, പാപം എന്ന് പറഞ്ഞാൽ പോരാ, അത് തെറ്റാണ്, പിശാചെന്ന് പറയണമെന്ന്. എടാ, വേദപുസ്തകം വെണ്ടയ്ക്കാവ് എഴുതി വെച്ചിരിക്കുന്നു, പാപം ചെയ്യുന്നവനെല്ലാം. പിന്നെ ഇതെൻ്റെ അപ്പൻ ആരാന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പാപം എന്നാ ദൈവത്തിൻ്റെ പ്രോഡക്റ്റാണെന്നാണോ നീ വിചാരിച്ചേ? എടാ, ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞ, മനുഷ്യന്റെ ഹൃദയത്തെ സൃഷ്ടാവിൽ നിന്ന് അകറ്റിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞ് മനുഷ്യന്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന കൂരിരുട്ട്, അതിൻ്റെ പേരാണ് പാപം. ഇത് കേൾക്കുമ്പം 2024 ചില ആളുകൾ ചിന്തിക്കും, ഇവർക്കൊന്നും ഇതുവരെ നേരം വെള്ളത്തിൽ. മനുഷ്യൻ കുടിലിരുന്ന് കൊട്ടാരത്തിലായി, ആകാശത്തൂടെ പറക്കാൻ തുടങ്ങി, ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. UK ഇരിക്കുന്ന ഒരു മലയാളി ചന്ദ്രനി 30 സെന്റ് വസ്തു വാങ്ങി. ഇതൊക്കെ അറിഞ്ഞില്ലേ? എല്ലാം സംഭവിച്ചു. എന്തെല്ലാം കണ്ടുപിടുത്തം, കമ്പ്യൂട്ടർ, റോക്കറ്റ്. പിന്നെ വീട്ടുജോലിക്ക് ഇപ്പം വീട്ടുകാരി കിട്ടാത്തതുകൊണ്ട് റോബോട്ടിനെ വരെ ഇപ്പം ജോലിക്ക് വെക്കുന്ന കാലമെത്തി. എന്നിട്ട് ഇവന്മാർ പറയാം മനുഷ്യൻ പാപിയാന്ന്. സത്യ കാലം മാറി, കുടിലിൽ മാറി, കൊട്ടാരത്തിലേക്ക് മാറി, പിന്നെ റോബോട്ടുകൾ ഉണ്ടായി, ചന്ദ്രനിൽ പോയി, ഇതെല്ലാം സമ്മതിച്ചു. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഈ കൽക്കരിയിൽ ഓടുന്ന ട്രെയിനും മാറി, ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനും വന്നു. സത്യ അല്ലേ? വലിയ മാറ്റമാണ്. പക്ഷേ ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റിൽ കയറിയിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ചങ്ങലയിട്ട് പൂട്ടി വെച്ചേക്കുക. അതിന് മാറ്റമൊന്നും എന്തേ? എല്ലാം മാറിയില്ലേ? എല്ലാം മാറി. പക്ഷേ ഈ 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ചങ്ങല കണ്ടിട്ടില്ലേ? ചങ്ങലയിട്ട് അതിനാ കാര്യം? അവസരം കിട്ടിയ കക്കൂസി എന്ന് പറയും ഈ കപ്പ് എടുത്തുകൊണ്ട് പോകുന്നവൻ ഇവിടെ ഉണ്ടെന്നാ ഇല്ലേ? എന്തേ? എല്ലാത്തിനും മാറ്റം വന്നു. ഈ ഇരുകാലിയുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. മനുഷ്യന്റെ ധാർമ്മികത കീപ്പോട്ട് പോകുന്നു. കാലഘട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളും ഇന്റർനെറ്റും സയൻസും ടെക്നോളജിയും എല്ലാം ഉയർന്നു പോകുമ്പോൾ മനുഷ്യന്റെ ധാർമ്മികത മാത്രം കീപ്പോട്ട്. പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെമ്മക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി മാറി മനുഷ്യൻ. മെനിഞ്ഞാന്ന് ഒരു വാർത്ത വന്ന് എൻ്റെ മൊബൈലിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. ഒരാൾ അയച്ചു വന്നത്, കളിക്കാൻ മൊബൈൽ കൊടുക്കാത്തത് കൊണ്ട് 12 വയസ്സുകാരൻ അമ്മയുടെ കഴുത്ത് ഇങ്ങനെ അറുത്തേക്കുന്നു, ഫോട്ടോ സഹിതം. യോഗം കഴിഞ്ഞ് വന്നാൽ കാണിച്ചു തരാം. 12 വയസ്സ് അമ്മയുടെ കഴുത്ത് ഇങ്ങനെ അറുത്ത് വെച്ചേക്കുക. അപ്പോഴാണ് ഇവൻ പറയുന്നത് മനുഷ്യൻ ഭാവിയല്ലെന്ന്. മനുഷ്യൻ ഭാവിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും കുളനടയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം കുളനടയിൽ പാപി ഉണ്ടോ ഇല്ലയോ. പൂട്ടിട്ടാ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെയും കുലുക്കി വെച്ച് വീട്ടിൽ പോകുന്നു. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചിട്ടാ സമാധാനത്തോടെ. സഹോദരിമാരോട് ചോദിക്കേ, രാത്രി കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ടേച്ച് ഇപ്പൊ ചട്ടിയും കലവും വാരി വെച്ചാ ഉറങ്ങുന്നത്. ശരിയാണോ? ആരെ പേടിച്ചാ പറ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? കുറുവാ സംഘം, ഇരുകാലി. മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്നടോ കമ്പ്യൂട്ടർ യുഗത്തിൽ.
ഇത് എൻ്റെ ചങ്കാണ്, ചങ്കിടിപ്പാണ്. ഞങ്ങൾ പണ്ട് കാലം തൊട്ട് ഒന്നിച്ച് കഴിച്ച് ഒരു വായിൽ കിടന്ന് ഉറങ്ങി വളർന്ന ചങ്ക്. രണ്ട് ചങ്കുകൾ ഒരുമിച്ച് ഒരു കുപ്പി എടുത്ത് അടി തുടങ്ങി. കുപ്പി തീർന്നപ്പോൾ ചങ്കിന്റെ കഴുത്തറുത്തു. വായിച്ചില്ലേ? മനുഷ്യൻ പാപിയാണ്. മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന വിപത്ത്, ഈ പാപമെന്ന ഇരുട്ട് മനുഷ്യനെ സൃഷ്ടാവിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ഇവിടെ 2 ചോദ്യം പുതിയ തലമുറ ചോദിക്കും. ഒന്ന്, ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പഠിപ്പിക്കും. ചുമ്മാ വല്ല യുക്തിക്ക് നിരക്കുന്നതാണോ? ഇപ്പോൾ വേറൊരാൾ ചോദിക്കുക, അത് പോട്ടെ, അത് പിന്നെ പോട്ടെ. പിന്നെ ഇനി പാപി ആയിക്കോട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങ് ആയാൽ പോരെ. ഞങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിനാണ്? നല്ല ചോദ്യമാണ്. രണ്ടിനും ഒരു ഉത്തരം കണ്ടെത്തണമല്ലോ, വേണം. ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരെങ്ങനെ പാപിയാകും? ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, സിമ്പിൾ. ഈ HIV എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, എയ്ഡ്സ്. ഇപ്പം മരുന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു രോഗമെന്നാണ് പറയുന്നത്. ഈ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗി. അതിന് ഡിഗ്രിക്ക് തടസ്സമൊന്നുമില്ല, മെഡിക്കലിനും തടസ്സമൊന്നുമില്ല. എൻ്റെ ചോദ്യം, ഈ ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താന്നാ പറ? തെറ്റ് ചെയ്തോ? ഈ കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തിട്ടാണോ വന്നേ? അല്ല. പിന്നെന്താ? അപ്പനും അമ്മയും വഴി വിട്ട് ജീവിച്ചു. അതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞനുഭവിക്കുന്നു. തർക്കമൊന്നുമില്ലല്ലോ, ഇല്ല. അത് പിന്നെ രക്തത്തിലൂടെ വന്ന് ആണല്ലോ. ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്കും വരുമെന്നല്ലേ ചോദ്യം. ഉത്തരം വായിക്കേ. അപ്പോസ്തലപ്രവൃത്തി 17:26 വായിച്ചൂടെ? അപ്പോസ്തലപ്രവൃത്തി 17:26. ഇച്ചിരൂടെ വേഗത്തിൽ പോവുക, ഒത്തിരി പറയാനുണ്ട്. വേഗം. മാമേ, അവൻ ഒരുത്തനിൽ നിന്ന്. ഒന്നുകൂടെ വായിച്ച്. ആ വാക്യം ഒന്നുകൂടെ വായിക്കണം. അതിനൊരു മാറ്റം വരുത്തണം, ഒരു ചെറിയ മാറ്റം. തിരുവഴുത്തൊന്നും മാറ്റാനല്ല, മനസ്സിലാകാൻ വേണ്ടി ഒരു മാറ്റം. അവൻ എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട് അല്ലേ? ഒരുത്തൻ എന്നൊരു പ്രയോഗമുണ്ട് അല്ലേ? ഇത് രണ്ടും ഒന്ന് മാറ്റി. അവൻ എന്നുള്ളിടത്ത് ദൈവമെന്നും ഒരുത്തൻ എന്നുള്ളിടത്ത് ആദമെന്നും ചേർത്തൊന്ന് വായിച്ചാട്ടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദമിൽ നിന്ന്. ഇപ്പൊ പിടികിട്ടിയോ? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും കുടുംബ കെട്ടിയവനെയും ചരട് കെട്ടിയവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ആദാമ്യ രക്തത്തിൽ നിന്ന്. മനസ്സിലായോ? ഇതുപോലൊരു സന്ദേശം ഈ പുസ്തകമല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ചരട് കെട്ടിയവനും ഒരു രക്തം, ഒറ്റ ദൈവത്തിന്റെ സൃഷ്ടി. ഓ, എന്നാ മഹത്വം അല്ലേ? ഒറ്റ രക്തം. ഇത് ചുമ്മാ ആവേശത്തിന് ഞങ്ങൾ ഉപദേശിമാർ പറയുന്നതല്ല. എന്നാ തെളിയിക്കാവോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിലെടുക്കും, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു. ലാബിൽ കൊണ്ട് കൊടുക്കും. ഇടുക്കി പെമ്പിള്ളേർ 10 മിനിറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കുന്നത്. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. വീണ്ടും 4 ബോട്ടിലെടുക്ക്. ഒന്നിലിവിടെ അടുത്ത അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളിലൊരു ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്ക്. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? അതെ, മാറിപ്പോവല്ലേ. മൂലയിരിക്കുന്നു മുസ്ലിയാർ, അറ്റത്തിരിക്കുന്നു പൂജാരി, മേപ്പോട്ട് വെച്ചിരിക്കുന്നു പള്ളിയിലച്ഛൻ. തരുമോ? പറ. ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കുക, അവിടെ നിൽക്കട്ടെ. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യന്റെ ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ രക്തം കൊടുക്കുമ്പോൾ ആർക്കും മസിലൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? കൊന്തയും കുരിശും കഴുത്തിലിട്ട ചെറുക്കൻ പാഞ്ഞു പോയി ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി. നാട്ടുകാർ പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെക്കൻ്റെ, ക്രിസ്ത്യാനി അമ്മ, ക്രിസ്ത്യാനി ദൈവത്തോട് കരയുക, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിനാര് ബ്ലഡ് കൊടുക്കും. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാവി ഉടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയണ്ട അമ്മേ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ല, നീ ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറ, ഉള്ളത് പറ. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മസിലും ഇല്ല. ഉണ്ടോ? അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി. ഒരു കിഡ്നി വേണം. മനോരമയെ പരസ്യം ചെയ്തു. പരസ്യം കണ്ട് വന്നത് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർ. പുള്ളിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ട്. എടോ, എന്തിനാടോ ഈ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? ഒറ്റ രക്തമല്ലേ? ഒറ്റ രക്തത്തിനുടമയല്ലേ? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും തോളെ ചേർത്ത് പിടിച്ചതാ ഇവൻ എൻ്റെ അപ്പൻ്റെ സൃഷ്ടിയ, എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പുറപ്പായ മനുഷ്യന്റെ കഴുത്തെറുക്കാനും കയ്യും കാലും വെട്ടിയെറിയാനും മടിയില്ലാത്തൊരു തലമുറ ഇവിടെ ഇന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അവൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം അവനെ സഹോദരനായി കാണാൻ കഴിയുന്നില്ല. അതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം.
ഈ അകത്ത് കുടിയിരിക്കുന്ന പാപം എന്ന ഇരുട്ട് പോയാൽ കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എന്ത് വിളിക്കാൻ പറ്റും? സഹോദര എന്ന് വിളിക്കാൻ പറ്റും. അതിന് തെളിവുണ്ടോ? ഉണ്ടെന്ന്. ദേ ഈ സ്റ്റേജിലോട്ട് കാവി ഉടുത്തോ തൊപ്പിയിട്ടോ ചരട് കെട്ടിയോ കൊന്തയിട്ടോ കയറി വാ, ഉറപ്പിച്ചും തറപ്പിച്ചും ഈ ലൈവിൽ പറയാം, ഈ ഇരിക്കുന്ന മുഴുവൻ ദൈവദാസന്മാരും അവനെ ആദ്യം സംബോധന ചെയ്യുന്ന എന്തായിരിക്കും? പറ ബ്രദർ, സഹോദര. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയാക്കിയാണ് സുവിശേഷം ഞങ്ങളെ മാറ്റിയത്. അല്ലാതെ ഞങ്ങളെ ആരുടെയും പേരും സർട്ടിഫിക്കറ്റും മതവും മാറ്റുന്ന സന്ദേശമല്ല സുവിശേഷം. സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായിട്ടാണ് മനുഷ്യൻ മാറേണ്ടത്. അല്ലാതെ ഇവിടെ ആരുടെയും പേരും മതവും മാറ്റുന്ന പ്രസംഗം അല്ല സുവിശേഷം. ആമേൻ. അപ്പം മനസ്സിലായി, ഒറ്റ രക്തത്തിൽ നിന്ന്. അതാ ഇവിടെ വായിച്ചത്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. ശ്രദ്ധിച്ചോ? അപ്പൊ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കണം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളി അല്ല. ദൈവം ഏതെങ്കിലും ഒരു വില്ലേജിന്റെ അകത്ത് ഒതുങ്ങുന്ന പുള്ളി അല്ല. ദൈവം കൊല്ലത്ത് വന്നിട്ട് പറയാ, ഒരാഴ്ച ഞാൻ ഇനി ഇവിടെ ഉണ്ട്, എല്ലാവരും എന്നെ കാണാൻ കൊല്ലത്തോട്ട് അല്ല. ദൈവം ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ഒതുങ്ങുന്ന പുള്ളി അല്ല. മൂക്കി ശ്വാസമുള്ള പേട്ടും മനുഷ്യൻ പറയുന്നത് അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും, ശരി സേട്ടാ, അങ്ങനെ ചെയ്യാ സേട്ടാ, അല്ലേ? അങ്ങനെ പറയുന്ന ഒന്നല്ല ദൈവം. സകലത്തെയും പടച്ചുണ്ടാക്കിയ സർവശക്തനായ സൃഷ്ടാവ്, മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് തുള്ളുന്നവനല്ല ദൈവം. ഇത് ആത്മീയത്തിന്റെ അകത്തും ഞാൻ ചേർത്ത് പറയാം. ഇപ്പൊ കുറെ ന്യൂ ജനറേഷൻ പേട്ട് പിള്ളേര് സ്റ്റേജിൽ കയറി കിടന്ന്, ഓ ആത്മാവ് ഇപ്പോൾ തന്നെ ശക്തി, ഓ ഇറങ്ങട്ടെ. നീ പറയുമ്പോ കയറാനും ഇറങ്ങാനും നിന്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. മനസ്സിലാവുന്നുണ്ടോ? അച്ഛാ സീനിയർ, ഞാൻ ബൈബിൾ കോളേജിന്റെ പടിയൊന്നും കണ്ടിട്ടില്ല, കവല പ്രസംഗകനാണ്. സീനിയർ ആയിട്ടുള്ള ദൈവദാസന്മാരിയ്ക്കുക, ചോദിക്കട്ടെ, യഹോവയായ പിതാവായ ദൈവമെന്ന് കേൾക്കുമ്പം നമുക്ക് എത്ര ഗൗരവവും ഭയവും നമുക്കുണ്ടാകുന്നോ അതിലൊരു തരിമ്പ് പോലും കുറയാതെ പുത്രനെന്ന് കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴും ഉണ്ടാകണ്ടേ? തൃത്വത്തിൽ മൂന്നാളത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ദൈവമല്ലേ? അല്ലേ? പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് യഹോവയോ ഇത് ഓക്കെ, പുത്രൻ നമ്മുടെ സ്വന്തം കർത്താവ്, പരിശുദ്ധാത്മാവ് വേലക്കാരൻ. ഈ മനോഭാവം മാറണമെന്നാണ് പറഞ്ഞത്. ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഡയലോഗുണ്ട്, അന്യഭാഷയെ കളിയാക്കരുത്. അന്നേരം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആത്മാവ് ദുഃഖിക്ക. എന്തൊരു മണ്ടൻ ചിന്ത. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കേ. ഈ ഇരിക്കുന്ന മോനി പാസ്റ്റർ എന്നല്ലേ, കർത്താവിൻ്റെ ദാസൻ മോനി പാസ്റ്റർ പറയാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്ന് നിങ്ങളീ പലരും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നാൽ ഈ മനുഷ്യന്റെ ചങ്ക് വേദനിക്കോ ഇല്ലയോ? പറ, വേദനിക്കത്തില്ലേ? ദൈവാസന്മാരെ, എൻ്റെ ദൈവാസന്മാരെ, ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ലത്. പറയത്തില്ലേ? പറയും. എന്നാ കേട്ടോ, ദൈവാത്മാവ് ഇടപെടാത്ത കാര്യം, ദൈവാത്മാവ് പറയാത്ത കാര്യം വേദികളിൽ കയറി നിന്നുകൊണ്ട് ആത്മാവ് പറയുന്നു, ഓ ആത്മാവെന്നെ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, അടിമേടിക്കും. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. പരിശുദ്ധാത്മാവ്, ചില അമ്മാമ്മമാരും ഞാൻ ഭയങ്കര ദർശനക്കാരിയാന്നൊക്കെ പറയാൻ വേണ്ടി തള്ളും. എടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേടി ഒരു ആന തിരിഞ്ഞു നിൽക്കുക, നിനക്ക് അടികൊള്ളും. മനസ്സിലാവുന്നുണ്ടോ? ചക്ക പഴുത്തിരിക്കുക. നാളൊരു അമ്മാമ്മ പറഞ്ഞു, പാസ്റ്ററെ ചക്ക പഴുത്തിരിക്കുന്നതാണ്. പുള്ളി രസിക്കാൻ പുള്ളി പറഞ്ഞു, എന്നാ മുറിക്കാം അമ്മാമ്മ, കഴിച്ചു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് മനസ്സിലാക്കിക്കോണം, ആത്മാവ് ഇടപെടാത്ത, ദൈവം ഇടപെടാത്ത കാര്യം ദൈവത്തിന്റെ പേര് പറഞ്ഞ് ദൈവത്തിന്റെ കൂട്ടുപിടിച്ച് പറയരുത്. നീ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ദുഃഖമില്ല. പറഞ്ഞിട്ട് അടിമേടിക്കരുത്. അപ്പോഴാ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. സത്യത്തിന് വേണ്ടി ദൈവദാസന്മാർ സംസാരിക്കുമ്പോഴല്ല പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. ദൈവാത്മാവ് ഇടപെടാത്ത കാര്യം ആത്മാവിൻ്റെ പേര് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആത്മാവ് എന്നെ കാണിക്കുന്നു, പിന്നെ സുബി ഉണ്ടോ, അവസാനം സുബി ഇല്ല. ആത്മാവ് പറഞ്ഞിട്ടാണെങ്കിൽ ആത്മാവ് കാണിക്കണ്ടേ? അപ്പൊ ആത്മാവ് സന്തോഷിച്ചോ ദുഃഖിച്ചോ? പറയാച്ചാ ദുഃഖിക്കുകയെന്ന് നിങ്ങളിത് മനസ്സിലാക്കുന്നു. യേശു കാട്ടത്തിയുടെ ചൂട്ടി വന്ന്, ഇവിടെ ഏതോ ഒരു മരത്തിൽ ആരോ എന്നെ കാണാൻ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലും മരത്തിലുണ്ടോ? അങ്ങനാണോ പറഞ്ഞേ? പിന്നെ വിക്കി സക്ക ഇങ്ങനാണോ പറഞ്ഞേ? ചക്ക ഒറ്റ വിളിയാ വിളിച്ചോ, സക്കായേ. അതാ ദൈവത്തിന്റെ ആത്മാവ്. മനസ്സിലായോ? ഈ ചെങ്ങന്നൂരും ഇപ്പൊ ഒരു കോട്ടിട്ട ഗുണ്ടയുണ്ട്. അവൻ പറയുന്നു, മാങ്ങ കാണുന്നു, തേങ്ങ കാണുന്നു,
നിന്റെ വീട്ടിനകത്ത് ഞാൻ 2 കട്ടിൽ കാണുന്നു, പിന്നെ 4 കസേര കാണുന്നു. എന്നിട്ട് അടുത്ത ചോദ്യം കേൾക്കണേ, നിന്റെ പേരെന്നാന്ന്? അത് മാത്രം അറിയത്തില്ല. എന്നാ മെനകേടാ ഇതൊക്കെ. പോട്ടെ, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മാതിരി വിഷയത്തിലോട്ട് ഇങ്ങനെ കയറലേന്ന് ഞാൻ തിരിച്ചു വരിക. സത്യമായിട്ട് തിരിച്ചു വരിക, വിഷമിക്കണ്ട. അപ്പൊ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. അപ്പൊ ദൈവം എന്ന് പറയുന്നവൻ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്നവനല്ല, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം, മുറിക്കരുത്, അടുത്ത് വരുന്നുണ്ട്. അടുത്ത ചോദ്യം, എവിടെയാ കുടിയിരിക്കുന്നത്? ദൈവം എവിടെയാ കുടിയിരിക്കുന്നത്? ജീവനുള്ള ദൈവം എവിടെയാ കുടിയിരിക്കുന്നത്? 24-ാം വാക്യം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. ഇങ്ങോട്ട്. ലോകവും അതിൽ കാണുന്ന സകലതും ഉറക്കെ പറ, ഉണ്ടാക്കിയ. നീ ഉണ്ടാക്കിയതല്ല, നിന്നെ ഉൾപ്പെടെ ഉണ്ടാക്കിയ ദൈവം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്നവനല്ല ജീവനുള്ള ദൈവം. മനസ്സിലായോ? ഇനി വേണ്ട, സിമ്പിളായിട്ടൊരു കാര്യം പറയാം മനസ്സിലാക്കാൻ വേണ്ടി. 2018 പ്രളയം വന്നോ? പറ, പ്രളയം വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? പറ, പോയി. ചാക്കോച്ചൻ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ വരുന്നു. ചാക്കോച്ചനൊരു നിലവിളി വിളിച്ചു, ഹെലികോപ്റ്റർ ഒന്ന് വേഗം വന്നേ. വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കും? സത്യം പറ, സത്യമേ പറയാവൂ. എന്നെ രക്ഷിക്കണമെന്നല്ലേ പറഞ്ഞേ? ആന്ന്. ഹെലികോപ്റ്റർ താന്ന് വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇല്ല, ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് മിനിക്ക് ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചാൽ അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേ എന്ന്. എടാ, നിനക്ക് എന്ന് നേരം വെളുക്കും. ഇപ്പം മനസ്സിലായോ? ഡിഗ്രി ഒന്നും വേണ്ടടോ ദൈവത്തെ അറിയാൻ. ആമേൻ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം കുടിയിരിക്കുന്നില്ല. അപ്പോൾ ഒരു മറുചോദ്യം വരും, പെന്തിക്കോസുകാരെ നിങ്ങൾ ആരാധിക്കുന്നത് കെട്ടിടത്തിലല്ലേ? ഉവ്വ. അതെന്തിനാ അഭിനന്ദനം കെട്ടിടത്തിൽ കൂടുന്നേ? പറയാം. ഞങ്ങൾ ഓരോരുത്തരും ആരാധന കഴിഞ്ഞ് ഞായറാഴ്ച തിരിച്ചിറങ്ങുമ്പോൾ കതക് പൂട്ടിയിട്ട് യേശുവേ സൂക്ഷിച്ചിരുന്നോണേ, കള്ളന്മാരൊന്നും എടുത്തോണ്ട് പോവല്ലേ എന്ന് പറഞ്ഞേ, അടുത്ത ഞായറാഴ്ച കാണാം കേട്ടോ എന്ന് പറഞ്ഞ് യേശുവിനെ അവിടെ കൂടിയിരുത്തിയിട്ടല്ല ഇറങ്ങുന്നത്. പിന്നെന്താ? 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ഇറങ്ങി വരികയും പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെയും നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ വസിക്കുവാൻ ആശിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് പെരുമഴ വന്നാൽ പെന്തിക്കോസ് പള്ളിയിലും വെള്ളം കയറും, ഞങ്ങളുടെ തമ്പേറ് ഒഴുകിപ്പോകും. ഭൂമി കുലുങ്ങിയാൽ ഞങ്ങളുടെ ചർച്ച വീടിഞ്ഞു വീഴും. അപ്പൊ പെന്തിക്കോസുകാർ അവിടെ ഇറങ്ങി, എന്നാലും എൻ്റെ യേശുവിൻ്റെ മണ്ടയ്ക്ക് ഗതി വന്നല്ലോ എന്നൊന്നും ഞങ്ങൾ ആരും നിലവിളിക്കത്തില്ല. കാരണം അതിൻ്റെ അകത്ത് കുടിയിരിക്കുന്നവനല്ല ജീവനുള്ള ദൈവം. അതുകൊണ്ടാ പറഞ്ഞത്, ആമേൻ, ഭൂലോകത്തിലൊക്കെയും കുടിയിരിപ്പാൻ. അപ്പം ദൈവം കുടിയിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണെങ്കിൽ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? മനുഷ്യൻ വേണം. അതുകൊണ്ടാണ് ആദമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഇപ്പൊ ക്ലിയറായി. അതുകൊണ്ട് ആദാമ്യ പാപത്താൽ സർവ മനുഷ്യരും പാപത്തിലായി. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. വേഗത്തിൽ അവസാനിപ്പിക്കാം, വിശദീകരിക്കേണ്ട ഒത്തിരി ചിന്തയുണ്ട്, സമയപരിമിതി കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയേറിയപ്പോൾ അവൻ വ്യർത്ഥമായത് ചെയ്തു. എന്ത്? സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. പാപത്തിന്റെ ആഴങ്ങളിലേക്ക് മനുഷ്യൻ കടന്നുപോയി. മോക്ഷത്തിനായി മനുഷ്യൻ ഓടിയലഞ്ഞു. മോക്ഷം തേടി നിലവിളി തുടങ്ങി. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തി, തീർത്ഥയാത്രകൾ നടത്തി, പുണ്യകർമ്മ ക്രിയാദികൾ നടത്തി. എന്തിനധികം പറയുന്നു? മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി. പത്തനംതിട്ട ഇലന്തൂരിൽ പച്ച മനുഷ്യനെ വെട്ടിനുറുക്കി നരബലി കൊടുത്തു നോക്കി. മോക്ഷം കിട്ടിയോ? അകത്ത് കിടന്ന് ഉണ്ട തിന്നും. ഉണ്ടയില്ല, ഇപ്പൊ ചപ്പാത്തിയാന്നാ പറയുന്നത്. തിന്നുക. മോക്ഷം കിട്ടിയോ? മോക്ഷം കിട്ടിയോ? മോക്ഷം കിട്ടാൻ മനുഷ്യൻ ഇന്ന് ഓടി നടക്കല്ലേ. കാശുള്ളവനും കാശില്ലാത്തവനും ദരിദ്രനും ധനവാനും പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും സകല മനുഷ്യരും ഒരു ഈശ്വര കടാക്ഷം തേടി മോക്ഷം തേടി നിലവിളിക്കുക. ഈ പാപം എന്ന് പറയുന്ന ഇരുട്ടകത്ത് കയറിയപ്പോൾ മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിക്കുക, തമസോമാം ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവൻ.
ആമേൻ. ഇസ്ലാമിക സൗരങ്ങളോട് ചോദിച്ചാൽ പറയും, ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ പ്രവാചക ദിനചര്യകൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിലെ പ്രാർത്ഥനാ സൂക്തങ്ങളിൽ ഒന്ന് ഇങ്ങനെ കുറിച്ചു: റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം. പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകണം. പാപം ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ പറയും, പൗലോസ് ശ്ലീഹ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു, മനുഷ്യൻ പാപിയാണ്. പാപം നിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ മോക്ഷത്തിനായി ദൈവത്തോട് നിലവിളിച്ചു. നേർച്ച കാഴ്ചകൾ നടത്തി, തീർത്ഥയാത്രകൾ നടത്തി, പുണ്യകർമ്മക്രിയാദികളൊക്കെ നടത്തി. മാമെ മോക്ഷം കിട്ടാതെ വന്നപ്പോൾ സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്തു, യെസ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇരുട്ട് മാറ്റാൻ കഴിവുള്ളവൻ ഞാനാണ്. ലോകത്തിന്റെ വെളിച്ചം ഞാനാണ്. എന്നിൽ വസിക്കുന്നവൻ ആരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി കുളനടയോട് പറയട്ടെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച് ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഇങ്ങനെ വിളംബരം ചെയ്യട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുടിയിൽ നിന്ന്, ഇരുട്ടിന്റെ പിടിയിൽ നിന്ന്, തിന്മയുടെ പിടിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഇന്ന് രാത്രി കുളനടയിൽ അഭിമാനത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യുകയാണ്. ഇത് പറഞ്ഞേച്ചു പോകാനാ ദൈവം അയച്ച്. അത് കഴിഞ്ഞു. ഇന്ന് രാത്രി പറയാം, ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, അമ്മാമേ, 1 കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് സമാധാനമുള്ള, വെളിച്ചമുള്ള, നന്മയുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ ഉലകത്തിൽ ഒരു രക്ഷകനുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരു വാക്കൂടെ പറഞ്ഞു ഒന്നിച്ച് പാടാം. ആമേൻ. മനുഷ്യൻ കേവലം മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിയല്ല. മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്. അതിലേക്ക് പ്രവേശിപ്പാൻ ഒരു ബോണസും കൂടെ നിനക്ക് കിട്ടും. ആ നിത്യത എന്ന് പറയുന്ന ബോണസ് സൗജന്യമായി കിട്ടും. എങ്ങനെ? ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഒന്ന് തുറക്കപ്പെട്ട് ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിന് നിന്റെ അകത്തേക്ക് പ്രവേശിപ്പാൻ ഇന്ന് രാത്രി ഹൃദയം തുറന്ന് അനുവാദം നൽകിയാൽ, വെളിച്ചമായവൻ നിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ വെളിച്ചം വരുന്നിടത്ത് നിന്ന് ഇരുട്ട് പാഞ്ഞു പോകുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഈ ഭൂമിയിലും വരുവാനുള്ള ദൈവരാജ്യത്തിൽ സൗജന്യ പ്രവേശനവും സാധ്യമാക്കി തരുന്ന ഉലകം കണ്ട ഏക സന്ദേശം സുവിശേഷം. അക്രമത്തിൻ്റെ മാർഗത്താലല്ല, പീഡനത്തിൻ്റെ മാർഗത്താലല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാതെ മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്ന പാപത്തിൻ്റെ പടുകുടിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഉലകം കണ്ട ഏക സന്ദേശം സുവിശേഷം.